May heartiest greetings to all for those who have taken BPAG 171. BPAG 171 ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത് ഇൻട്രൊഡക്ഷൻ മുമ്പേ തന്നെ പറയട്ടെ. ഡീപ്പായിട്ടുള്ള ഇത് ബുക്ക് റീഡിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ. ത്രൂ ഔട്ട് ദ വേൾഡ് ഇന്ന് ഫേസ് ചെയ്യുന്ന എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ റേഡിയേഷൻസ്, ഇതിനെ പറ്റിയിട്ടാണ് ഇതിൽ വിശദീകരിച്ചിരുന്നത്. ഹൈ സ്റ്റാൻഡേർഡുള്ള ബുക്കാണത്. അതായത് നിങ്ങൾ വായിച്ച് തന്നെ മനസ്സിലാക്കണം. ക്ലാസ് എടുക്കും തീർച്ചയായിട്ടും, വട്ട് പോസിബിൾ വിത്തിൻ ദ ലിമിറ്റ് വിൽ ടേക്ക് ദ ക്ലാസ്. പക്ഷേ പരീക്ഷയുടെ 2-3 ദിവസം മുമ്പേ മാത്രം വായിച്ചാൽ ഇത് പാസ്സാവാൻ പറ്റില്ല. ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളതാണ്, നല്ല ബുക്കാണ്. യു ടു റീഡ് ആൻഡ് അതർവൈസ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. കാരണം ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ ഇതിലുണ്ട്. അത് വിശദീകരിച്ച് പിന്നീട് പറയാം. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്, BPAG 171 ആണ്. ഇത് ഒരു ചെറിയ ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അനവധി യൂണിവേഴ്സിറ്റീസ് പല ടെക്സ്റ്റും ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇഗ്നുവിൻ്റെ അതല്ല, ലേറ്റസ്റ്റ് ആണ്, അപ്ഡേറ്റഡ് ആണ്. അത് ശ്രദ്ധിക്കണം നിങ്ങൾ, കാരണം വളരെ റിലവൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഡീപ്പ് ആയിട്ടുള്ള റീഡിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ കേട്ടോ. അതാണ് പറയുന്നത്. അല്ലാണ്ട് പരീക്ഷ 2 ദിവസം മുമ്പേ വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ ഒന്നും കൂടി ഞാൻ പറയട്ടെ, കാരണം എത്രയോ അസൈൻമെൻ്റ് ഒക്കെ ഞാൻ ചിലതൊക്കെ നോക്കുന്നുണ്ട്. കാഷ്വൽ അപ്രോച്ച് അതും പറ്റില്ല, ഗ്രേസ് മാർക്ക് അതും കിട്ടില്ല, എഴുതിയതിന് മാത്രമേ മാർക്ക് കിട്ടൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നൗ അല്ലാതെ നിങ്ങൾ ഇത് പേടിപ്പെടുത്താനല്ല, യു ആർ ഓൾ ബ്രില്യൻറ്റ് പീപ്പിൾ. പക്ഷേ യഥാർത്ഥമായുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം പറയുന്നത്, നമ്മൾ കാണുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് മാത്രം. ഓക്കെ, നൗ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എൻ്റെ പേര് ആൾറെഡി ഉണ്ട്, ഉണ്ണികൃഷ്ണൻ. ഓക്കെ, സോ BPAG 171. ഇനി നമ്മുടെ ഭൂപ്രകൃതി, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് പറയുന്നതിന് മുമ്പേ ചില കാര്യങ്ങളും കൂടി പറയട്ടെ, 1-2 പോയിന്റും കൂടി പറയട്ടെ. പല വിധത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് ലോകത്തിൽ. ഇപ്പോൾ കോവിഡ് അറിയാലോ, കോവിഡിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കൂ. കഴിഞ്ഞ 20 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 3,30,480, അതൊക്കെ പോയിട്ടുണ്ടാവും, എത്രയോ മേപ്പെട്ട് പോയിട്ടുണ്ടാവും. 4 ലക്ഷത്തോളം ആളുകളാണ് ഫാർമേഴ്സ് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അതിനെന്താ കാരണം മറ്റേത് വാട്ടറില്ല, മറ്റേ ഇറിഗേഷൻ്റെ അഗ്രികൾച്ചറലിൻ്റെ പ്രശ്നം അവരുടെ നില നശിച്ചു. ഒന്നുമില്ലെങ്കിൽ ഫ്ലഡ്, അല്ലെങ്കിൽ ഡ്രോട്ട്, എസ്പെഷ്യലി ഇൻ മഹാരാഷ്ട്ര ആൻഡ് മെനി അതർ പാർട്സ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഏകദേശം 4 ലക്ഷം ആളുകളാണ്. ഇത് ഒഫീഷ്യൽ, ശരിക്കുള്ളത് എത്രയോ ദൈവത്തിന് മാത്രമേ അറിയൂ, കാരണം ചില മരണങ്ങളും അതിൽ കൂട്ടില്ല. അത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? പ്രകൃതിയുടെ വികൃതി. പ്രകൃതിയോട് കളിക്കാൻ പറ്റില്ല, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്നാണ് വോൾക്കാനോ വരെ, എന്ന സുനാമി വരെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും, സയന്റിഫിക് ആയിട്ട് കുറച്ചൊക്കെ പറ്റും. പക്ഷേ ലാൻഡ് സ്ലൈഡോ? പിന്നെ നമ്മൾ ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ 70 ലക്ഷം ആളുകൾ എയർ പൊല്യൂഷനിൽ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 70 ലക്ഷം, ആസ് പെർ WHO 70 ലക്ഷം ആളുകളാണ് മരിക്കുന്നത്. യെസ്, എയർ പൊല്യൂഷൻ ആസ് പെർ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം അതിലെ മിഡിൽ ആൻഡ് പോവർട്ടി കൺട്രീസാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇതിൽ എയർ പൊല്യൂഷൻ ഉണ്ട്, ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, ഹൃദയത്തിനെ സംബന്ധിച്ച്, ശ്വാസ തടസ്സം, അങ്ങനെയൊക്കെ പറയുമല്ലോ. ഇപ്പോൾ ഈ കോവിഡ് ടൈമിലൊക്കെ അതാണല്ലോ പലതും. അതേമാതിരി എയർ പൊല്യൂഷൻ കൊണ്ട് മരിക്കുന്ന ആളുകൾ കൂടുതലാണ്. 70 ലക്ഷം പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ഇന്ത്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, WHO-ൻ്റെ ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ്. 70 ലക്ഷം പറഞ്ഞാൽ കോടിയിൽ പോയിട്ടുണ്ടാവും. ഒന്ന്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇതിൽ എയർ പൊല്യൂഷനിലെ നമ്മുടെ ഇന്ത്യയിൽ പല സിറ്റിയിലും, ഡൽഹി ഈസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് എയർ പൊല്യൂട്ടഡ് ഏരിയ ഇൻ ദ കൺട്രി. ഡൽഹി ലോകത്തിൽ തന്നെ വേഴ്സ്റ്റ് ആയിരുന്നു ഒരു കാലത്ത്, 10ാമത്തെ സ്ഥാനത്തായിട്ടുണ്ട്. അപ്പോൾ കാരണം അതിൻ്റെ കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, രാജസ്ഥാൻ
പഞ്ചാബ്, ഹരിയാന ഇവിടെ നിന്നൊക്കെ ഈ ഗോതമ്പതെല്ലാം കൃഷി എടുത്തതിന്റെ ശേഷം അതെല്ലാം കത്തിച്ച് കളയും. മറ്റേ ഇതൊക്കെ വൈക്കോലും മറ്റേതൊക്കെ ആ കത്തിച്ചിട്ടുള്ള മുഴുവൻ കാറ്റത്ത് മുഴുവൻ അത് ഡൽഹിക്കാണ് വരുന്നത്. അപ്പൊ ഈ ഡൽഹിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് കാണാൻ പറ്റില്ല. ചില സമയത്ത് വാഹനങ്ങൾ തമ്മിൽ ഇടിക്കും. അങ്ങനെ ചില പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഡൽഹിയിലും കുറെ ഫരീദാബാദ്, ഗാസിയാബാദ് ഇതേമാതിരിയുള്ള സ്ഥലത്ത് കുറെ ഇൻഡസ്ട്രീസും ഉണ്ട്. അപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് പൊല്യൂഷൻ ക്രിയേറ്റ്സ് ലോട്ട് ഓഫ് പ്രോബ്ലം ആൻഡ് അതിൽ നമ്മൾ എന്തെല്ലാം സ്റ്റെപ്പാണ് എടുക്കേണ്ടത് അതൊക്കെയാണ് പിന്നീട് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ടോപ്പോഗ്രാഫി, ഭൂപ്രകൃതി, നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി നോക്കുമെന്ന് എങ്ങനെയാണെന്ന്. ഹിമാലയം, അതേമാതിരി നോക്കൂ, 4 കടല്, ബേ ഓഫ് ബംഗാള്, ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ സീ എവിടെയാണ് കിടക്കുന്നതല്ല. നോർത്തിൽ മാത്രം കടലില്ല അല്ലേ, ബാക്കി വെള്ളത്തിലല്ലേ കംപ്ലീറ്റ് കിടക്കുന്നത്. അപ്പോ ഇതുകൊണ്ട് എന്താ പ്രശ്നം? ചില സമയത്ത് കടലിൽ നിന്ന് വെള്ളം കരയിലേക്ക് വരും, കടലിൽ നിന്ന് വെള്ളം കരയിലേക്ക് വരും. അങ്ങനെ ജനങ്ങൾക്ക് പല പല പ്രശ്നങ്ങൾ, ഫ്ലഡും മറ്റേതൊക്കെ ഉണ്ടായിട്ട്. അപ്പൊ ടോപ്പോഗ്രാഫി ഓഫ് ദ കൺട്രി ഈവൻ നമ്മുടെ വളരെ 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 ഡിസാസ്റ്റർ പ്രോൺ ആണ്. എന്തും ഈ ഫ്ലഡ് ടൈമിൽ നോക്കൂ, അത് ഞാൻ പറയാം, അത് പിന്നീട് വിശദീകരിച്ച് പറയാം. ആ ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് അതിലുണ്ടത്. അപ്പൊ ഈ ടോപ്പോഗ്രാഫിയാണ് ഒന്നാം ഇന്ത്യയുടെ പ്രശ്നം. രണ്ടാമത് പിന്നെ വൾണറബിലിറ്റി, അഫക്റ്റഡ് റീജിയൻ. ചില ഏരിയ വളരെ വൾണറബിൾ ആണ്, അവിടെ വന്നേ പറ്റൂ. അതേമാതിരി നോക്കൂ, ഫ്ലഡ് ചില സമയത്ത് കോസി റിവർ ബീഹാറിൽ എന്നും വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പൊ ഇത് ഈ ഇതേമാതിരിയുള്ള പ്രശ്നങ്ങളിൽ നേരിട്ട് ജപ്പാൻ ഭൂകമ്പം, അഗ്നിപർവ്വതം, ഈ സുനാമി അതെന്നും ഉണ്ടാവും. ഇടയ്ക്ക് ഉണ്ടാവും അവിടെ. അവര് ദേ ആർ അക്കസ്റ്റംഡ്, മനസ്സിലായില്ലേ? അപ്പൊ ജപ്പാനിലില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ നമ്മൾ കാണുന്ന ഫോറസ്റ്റ് മറ്റേതല്ലേ, നമ്മുടെ വൈൽഡ് ഫയർ, അതായത് ഇതില് മലയാളത്തില് തീ കത്തലൊക്കെ ഉണ്ടല്ലോ, ഫോറസ്റ്റ്, അത്, അഗ്നിപർവ്വതം, പിന്നെ ഇപ്പൊ സുനാമി, അങ്ങനെ ഭൂകമ്പം, ഇതെല്ലാം ജപ്പാനിലെ സുപരിചിതമാണ്, മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെയുള്ള ചില പ്രദേശം നേരെ മറിച്ച് ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മുമ്പ് പ്രത്യേകിച്ച് പറയാം, ഇന്ത്യ വളരെ ക്രൂഷ്യലാണ്. നോർത്ത് ഇന്ത്യ, ഹിമാലയത്തിന് തൊട്ട് കിടക്കുന്ന പ്രദേശങ്ങള് ഈ നമ്മുടെ എർത്തുക്വേക്ക് പ്രോൺ ആണ് ചില ഏരിയ. ഉത്തരാഖണ്ഡ്, അതേമാതിരി മറ്റുള്ള പല UP ചില ബോർഡർ, ബീഹാർ ചില ഏരിയയൊക്കെ ഹിമാലയത്തിന് തൊട്ട് കിടക്കുന്ന സ്ഥലങ്ങള് എർത്തുക്വേക്ക് അപ് ടു ഡൽഹി ടു എ സർട്ടൺ എക്സ്റ്റെന്റ് ഈ എർത്തുക്വേക്ക് പ്രോൺ ഏരിയയാണ്. അതിന് എർത്തുക്വേക്ക് വരണം എന്നല്ല, വരാനുള്ള സാധ്യതയുണ്ട് പലയിടത്തും പല സമയത്തും. നാളെ നേപ്പാൾ ഉണ്ടായിപ്പണ്ട് എത്രയോ ആൾക്കാർ മരിച്ചു. മരണത്തിനേക്കാളും കൂടുതൽ ദുരിതമാണ്. കാരണം എന്താ വെച്ചാൽ മരിക്കാത്ത ആളുകൾക്ക്, മരിച്ചവർക്ക് അത് സമാധാനം മരിച്ചു പോയിരുന്നെങ്കിലും, മരിക്കാത്ത ആളുകൾക്കാണ് വീടുമില്ല, ഒന്നുമില്ല, യാതൊന്നുമില്ല, ഗവൺമെന്റ് സപ്പോർട്ടും ഇല്ല, അങ്ങനെ പല 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 സംഗതികൾ. പിന്നെ എപ്പിഡമിക്, ശവം കൂടി കിടക്കുന്ന സമയത്ത് മെഡിക്കൽ അറ്റൻഷൻ ഒന്നും ഇല്ലെങ്കിൽ വളരെയധികം അസുഖങ്ങൾ ബാധിക്കുക, അങ്ങനെയൊക്കെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്ന്. പിന്നെ നിങ്ങൾക്കറിയാം, ഈ നമ്മുടെ പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതായത് എവിടെയെങ്കിലും വെള്ളപ്പൊക്കോ ഭൂകമ്പോ ഇതൊക്കെ ഉണ്ടായ, ഇന്ത്യയിൽ എത്രയോ സ്ഥലത്ത് ഭൂകമ്പം ഉണ്ട്, അതൊക്കെ പിന്നീട് അതൊക്കെ ആ ടൈമിൽ പറയട്ടെ കേട്ടോ. അപ്പൊ പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട് ഉണ്ട്. അതേമാതിരി ഓരോരോ സ്റ്റേറ്റിലും ചീഫ് മിനിസ്റ്റർ റിലീഫ് ഉണ്ട്. കാരണം എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവല്ലോ ഓരോരോ സംഗതികൾ, ഓരോരോ പ്രശ്നങ്ങളാണ്. ചിലയിടത്ത് വെള്ളം, ചിലയിടത്ത് ഡ്രോട്ട്, ചിലയിടത്ത് വേറെ എന്തെങ്കിലും. മഹാരാഷ്ട്രയിൽ പണ്ട് ലത്തൂരില് എർത്തുക്വേക്ക്. അപ്പോ ഓരോരോ ഗവൺമെന്റിലും ഉണ്ട് അതേമാതിരി ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ട്. അപ്പൊ അത് ഡിസാസ്റ്റർ ഫണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പിന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെല്ലുണ്ട്. അത് ഡിസ്ട്രിക്ട് കളക്ടറാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അധികാരം ഓരോ ഗവൺമെന്റിലുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിലുണ്ട്, സെൻട്രൽ ഗവൺമെന്റിലുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹോം മിനിസ്റ്ററുടെ കീഴിലാണ്. നമ്മുടെ ഡൽഹിയില്, ഇവിടെ ഓരോരോ സ്റ്റേറ്റിലും ഉണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ചീഫ് മിനിസ്റ്ററാണ് അതിന്റെ അധിപൻ, അല്ലെങ്കിൽ റവന്യൂ മിനിസ്റ്റർ ആയിരിക്കും ചിലപ്പോൾ. റവന്യൂ മിനിസ്റ്ററും ഉണ്ട്. കാരണം പലതും ഭൂമിയുടെ അടിസ്ഥാനത്തിലാണല്ലോ. അതായത് ഒന്നുമില്ലെങ്കിൽ ഭൂമി ഒലിച്ചു പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എർത്തുക്വേക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാൻഡ് സ്ലൈഡ്, ഒക്കെ റവന്യൂ കളക്റ്റഡ് അല്ലേ. അപ്പൊ റവന്യൂ മിനിസ്റ്റർ ആയിരിക്കും ഓരോരോ. അതിൻ്റെ അർത്ഥം ചീഫ് മിനിസ്റ്റർ ഓവറാൾ,
ദെൻ ഡിസ്ട്രിക്റ്റിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് ഓരോരോ ഫണ്ട് ഇതൊക്കെ ഉണ്ട്. അത് പിന്നെ അതാത് സമയത്ത് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നു. ചീഫിന്, പ്രൈം മിനിസ്റ്ററോ എവിടെയെങ്കിലും വിഷമങ്ങൾ ഉണ്ടായെന്നുണ്ടെങ്കിൽ അവിടെ ഫണ്ട് അത് ഏത് സ്റ്റേറ്റ് ആര് ഭരിച്ചാലും ശരി അവർ കൊടുക്കും. പ്രൈം മിനിസ്റ്ററുടെ റിലീഫ് ഫണ്ടെന്നും. അതേമാതിരി പിന്നെ വേറൊരു കാര്യം ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ മഹാരാഷ്ട്രയിൽ ഉണ്ടായ വെച്ചാൽ മഹാരാഷ്ട്ര ഗവൺമെന്റിനെ മറ്റുള്ള സ്റ്റേറ്റും സപ്പോർട്ട് ചെയ്യും. കേരളത്തിലെ ഫ്ലഡ് ഉണ്ടായ സമയത്ത് എത്രയോ സംസ്ഥാനങ്ങളിൽ നിന്ന് പഞ്ചാബ്, തെലുങ്കാന, അതിപ്പോ പൈസ സംബന്ധമില്ല, പല പൈസ പരമായിട്ടല്ല, ചിലപ്പോ ഗോതമ്പ്, ചിലപ്പോ റൈസ്, ചിലപ്പോ മെഡിസിൻ, അങ്ങനെ പല വിധത്തിലുള്ള ഹെൽപ്പും അവർ ചെയ്യും. പല വിധത്തിലും ഫ്രീ സപ്ലൈ, ധാന്യങ്ങൾ, ഇതൊക്കെ. കാരണം പലതും ആവശ്യമാണല്ലോ ജനങ്ങൾക്ക്. വസ്ത്രങ്ങള്, കാരണം ഒന്നും ഉണ്ടാവില്ല, വെള്ളത്തിൽ ഒഴിച്ചു പോയിട്ടുണ്ടാവും, കാരണം വീടനെ വെച്ചിട്ടുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല, തുണി. അപ്പൊ ഇതൊക്കെ പല സ്റ്റേറ്റുകൾ അന്യോന്യം പരസ്പരം സഹായിക്കണം. കാരണം എവിടെ, എന്ന്, എപ്പോ വരുന്ന ഈ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതായി. പിന്നെ യെസ്, ഇനി പറയാനുള്ളത് അടുത്തത്, ഈ സബ്ജക്റ്റില് 4 ബ്ലോക്കാണ് ഉള്ളത്. 15 യൂണിറ്റ് ആണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിലുള്ളത് കേട്ടോ. BPAG 171 അല്ലെ, BPAG 171 4 ബ്ലോക്കുണ്ട്, 15 യൂണിറ്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോ ഇതില് യെസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പോ എന്താ ചെയ്യണ്ടേ? ഡിസാസ്റ്റർ ഇല്ലാതെ കാത്തു സൂക്ഷിക്കുക ചിലതൊക്കെ, അല്ലേ? ഡിസാസ്റ്റർ ഇല്ലാതെ ചിലതൊക്കെ നമുക്ക് സൂക്ഷിച്ചൂടെ? നമ്മളിപ്പോ പെട്രോളിയം പ്രോഡക്റ്റ് റോഡിൽ കൂടെ വാഹനത്തിൽ കൊണ്ടുപോയി വിചാരിക്കുക, അത് സ്ലിപ്പ് ചെയ്ത് വീണ്, ചിലപ്പോൾ ഡ്രൈവിങ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു, അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ അതിന്റെ ഓയിൽ ഇതായി ചിലപ്പോൾ. അപ്പോൾ പലതും തടഞ്ഞു നിർത്താം. കടല്, ചിലപ്പോൾ കടലെടുക്കുന്നു, ആ സമയത്ത് അവിടെ കടൽ ഭിത്തി ഒക്കെ ഇട്ട് അങ്ങനെ പ്രീ ഡിസാസ്റ്റർ സ്റ്റെപ്സ് നമുക്ക് എടുക്കാവുന്നതാണ് ചിലത്. പിന്നെ ഡിസാസ്റ്റർ വരുമ്പോൾ നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കുന്നത്? പോസ്റ്റ്, അതിനുശേഷം നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കുന്നത്? അതായത് ഡ്യൂറിങ് ഡിസാസ്റ്റർ, അതായത് ഹെലികോപ്റ്റർ, മറ്റേ ഇത് റാപ്പിഡ് ആർമഡ് ഫോഴ്സ്, അതേമാതിരി പോലീസ്, ഫയർ ഫൈറ്റിംഗ്. അപ്പൊ ഡ്യൂറിങ് ഡിസാസ്റ്ററിൽ ഇതൊക്കെ ആവശ്യമാണ്. ജനങ്ങളെ രക്ഷിക്കണം, മൃഗങ്ങളെ രക്ഷിക്കണം, കുട്ടികളെ, വയസ്സായ ആളുകളെ പ്രത്യേകം സൂക്ഷിക്കണം. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളെ ആരും ശ്രദ്ധിക്കില്ല. ചില സമയത്ത് കാട്ടിലൊക്കെ ജീവിക്കുന്ന കാട്ടിന്റെ തീരത്ത് ട്രൈബൽ ബെൽറ്റ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ വെള്ളം വരും അതിൻ്റെ ഉള്ളിൽ. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് പ്രത്യേകം ഇത്. പിന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ, ചിലപ്പോൾ വെള്ളപ്പൊക്കോ, അതിനുശേഷമാണ് വളരെ പ്രാധാന്യം. എപ്പിഡമിക് ഉണ്ടാവും, വെള്ളം കുടിക്കാനുണ്ടാവില്ല, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാവില്ല, അതേമാതിരി ഡോക്ടേഴ്സ്, ഇവരൊക്കെ ആവശ്യമാണ്. അപ്പൊ എന്ത് സ്റ്റെപ്പാണ് എടുക്കുന്നത്? പിന്നെ വീട് വെച്ചു കൊടുക്കേണ്ടി വരും, ഹോസ്പിറ്റൽസ്, സ്കൂൾസ് ഒന്ന് കൊക്ക ഒലിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തരിപ്പണമായിട്ടുണ്ടാവും. റെസ്പോൺസ്, എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യണം, അതാണ് പ്രാധാന്യം. പിന്നെ റിക്കവറി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൽ നിന്ന് മോചനം നേടണം. പക്ഷെ ഓർക്കണേ, ചിലപ്പോൾ ഈ ഭൂകമ്പത്തിൽ ഈ റിക്കവറി, ജപ്പാനിലൊക്കെ റിക്കവറി സ്റ്റെപ്പ് വേറെ ഭൂകമ്പം അപ്പോഴേക്കിടാവും, അതുകൊണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ റിക്കവറി ചെയ്യാതിരിക്കാൻ പറ്റുമോ? വരുംച്ചിട്ട് നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ലോ റിക്കവറി. നൗ Unit 1, meaning type of disaster, natural disasters, other classification, introduction. വായിച്ചാൽ മതി, മീനിങ് ഓഫ് ഡിസാസ്റ്റർ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഡിസാസ്റ്റർ ഹാസ് ബീൻ വിത്ത് us as long as ഇത് ലോകം എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഉണ്ടത്. നമ്മുടെ പൂർവികരെ ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർമാരെ, ഇന്നൊക്കെ പലതും പുതിയ ഇതുണ്ട്, പക്ഷെ അന്ന് അതൊക്കെ അവരെ പൂർവികരെ ഇതെല്ലാം നോക്കി കാര്യങ്ങൾ തിരഞ്ഞു. ദേ ഹാവ് സഫേർഡ്, അവരൊക്കെ വളരെയധികം. അന്ന് മെഡിസിൻ ഉണ്ടായിരുന്നില്ല, ബോട്ട് ഉണ്ടായിരുന്നില്ല, ആരെങ്കിലും രക്ഷപ്പെടുന്നത് ഫയർ ഫൈറ്റിംഗ് ഇതിൽ ഉണ്ടായിരുന്നില്ല, മരുന്നുകളില്ല, അതൊക്കെ സർവൈവ് ചെയ്തു. ആൻഡ് ലൈഫ് ഹാസ് കണ്ടിന്യൂഡ്, അങ്ങനെ ജീവിതം തുടർന്നുകൊണ്ടേയിരുന്നു. മോസ്റ്റ് ഓഫ് ദ ഓൾഡ് പ്രോബ്ലം റിമെയിൻ ത്രെട്ടനിങ് ആസ് എവർ, അതേമാതിരിയുള്ള പ്രോബ്ലം ഇപ്പം ഇന്നുണ്ട്. നാച്ചുറൽ ഫിനോമിന സച്ച് എർത്തുക്കെ, ഇന്നുണ്ട് എർത്തുക്കെ, പണ്ടുണ്ട് എർത്തുക്കെ, സൈക്ലോൺ ഇന്നുണ്ട്, അന്നുണ്ട്, അഗ്നിപർവ്വതം അന്നുണ്ട്, ഇന്നുണ്ട്, എറപ്ഷൻ, വോൾക്കാനോ, സുനാമി ഉണ്ട്, വൈൽഡ് ഫയർ ഉണ്ട്, കാട്ടുതീ, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, മണ്ണ് ഒലിച്ചു പോവുക, ഡ്രോട്ട്, അറിയാലോ, വെള്ളമില്ലാണ്ട്. ഓക്കെ, സ്റ്റിൽ പെർസിസ്റ്റ്. സോ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ട്, ചിലപ്പോൾ മനുഷ്യർ ഉണ്ടാക്കുന്ന ഡിസാസ്റ്റർ ഉണ്ട്. അതൊക്കെ നമുക്ക് പറയാം ഏതാണ് മാൻമെയ്ഡ്, പിന്നീട് വരുന്നുണ്ട്. ദിസ് ഡിസാസ്റ്റർ കണ്ടിന്യൂ ടു കോസ്, ഇതേ മരണത്തിനിട വരുന്നു. മരിച്ചാൽ കുഴപ്പമില്ല, മരണത്തെക്കാളും കൂടുതൽ ചിലപ്പോൾ രണ്ടാളുടെ 2 കൈയും പോയി, അല്ലെങ്കിൽ കാലും പോയി, ജീവിക്കണം, ആകെ യങ്ങാണ് ആള്. അപ്പൊ കാഷ്വാലിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ. ചിലപ്പോൾ കണ്ണുണ്ടാവില്ല, മൂക്കുണ്ടാവില്ല,
അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം തലയുടെ മീതിയാണ് ഓരോന്ന് വീഴുക, പാറക്കാല് ഇങ്ങനെയൊക്കെ. എന്താ തല പിന്നെ അവിടെ നമ്മൾ ചത്ത ശവന്മാര് കിടക്കേണ്ടി വരും ചില സമയത്ത്. അപ്പൊ എക്കണോമിക്, പിന്നെ രാജ്യത്തിന്റെ എക്കണോമിക്, സ്റ്റേറ്റിന്റെ എക്കണോമിക് തരികിടം അറിയും. കാരണം എന്താന്ന് വെച്ചാൽ ഇത്ര ജപ്പാന്റെ പിന്നെ അതിന് പ്രത്യേകത, യു കനോട്ട് കമ്പയർ ജപ്പാൻ, നമ്മുടെ അവരുടെ പ്രത്യേകത ഉണ്ടായിന്. കാരണം ഇത്തരത്തിൽ വരണ സമയത്ത് ഈ കാരണം ഇവർക്ക് സപ്ലൈ കൊടുക്കണം, അത് കൊടുക്കണം, മെഡിസിൻ കൊടുക്കണം, അതൊക്കെ പൈസ അല്ലേ, ചെലവല്ലേ. വീട് വെച്ച് കൊടുക്കണം, സ്കൂള്, കുട്ടികളുടേത് പലതും അവർ യൂണിഫോം ഉണ്ടാവില്ല, ഒക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും വെള്ളത്തില്, അല്ലെങ്കിൽ മണ്ണിന്റെ അടിപ്പെട്ടിട്ടുണ്ടാവും. ചില സമയത്ത് അങ്ങനെ ഒരു രാത്രി ലാൻഡ് സ്ലൈഡ് കൊണ്ട് 40 ആൾ, 50 ആൾ, 60 ആൾ അങ്ങനെ മണ്ണിന്റെ അടിപ്പെട്ടിട്ടുണ്ടാവും. എത്രയോ അടി കീപ്പെട്ട് ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റാതെ കുറെ രക്ഷപ്പെടുത്തും, കുറെ അങ്ങനെ മണ്ണിന്റെ അടി കിടക്കും. അപ്പോ ഇതൊക്കെ എക്കണോമിക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ പൈസ കൊടുക്കണ്ടേ, ലോസ്, പ്രോപ്പർട്ടി ലോസ്, ഡാമേജ്. പിന്നെ പ്രത്യേകത എൻവയോൺമെന്റിന് വലിയ പ്രശ്നമില്ലേ, മണ്ണിടിയ, മലയുടെ ഇടിഞ്ഞു വീഴില്ലേ, മലയ്ക്ക് ബലം, അതായത് ഹിൽസ് അവിടെ നിന്നല്ലേ വരുന്നത്. അപ്പൊ ഹില്ലിന് ഇതുണ്ടോ ഉറപ്പ്. സോ ഹൗവർ വി ഹാവ് നീദർ എലിമിനേറ്റഡ്. അപ്പൊ അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. മീനിങ് ഓഫ് ഡിസാസ്റ്റർ, ദി ടേം ഡിസാസ്റ്റർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലേ. അപ്പൊ ഡിസാസ്റ്റർ എന്താണ്? Its origin to the French word. മറക്കരുത്, ചോദ്യം ഇതിലുണ്ടാവും. എവിടുന്നാണ് ഈ ഡിസാസ്റ്റർ എന്നുള്ള വേർഡ് വന്നത്? ഫ്രഞ്ച് വേർഡ് ഡിസാസ്റ്ററി, which is the combination of two words, des meaning bad and astre meaning star. ഫ്രഞ്ച് വേർഡാണ് ഡിസാസ്റ്റർ. അതായത് ഫ്രഞ്ച് വേർഡ് ഡിസാസ്ട്രേ, which is the combination of two words, des meaning bad and astre meaning star. Nowadays the term disaster is commonly used to denote, and എല്ലാ കാര്യത്തിലും ഇപ്പൊ മാൻമേഡ് ആയാലും എന്തായാലും ഡിസാസ്റ്റർ എന്നാണ് പറയുക, brings about immense misery to your region. നോക്കൂ, ഈ ഒരു റീജിയന്റെ ഒരു കാര്യം പറയണം, ഒരു കഥ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണങ്ങൾ പറയണത്. നോക്കൂ, മാൻ മെയ്ഡ് ഒരു ചെറിയ ഒറ്റ കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സമയത്തിന്റെ അഭാവം വളരെയുണ്ട്, അതുകൊണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തീർക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മള് പേഴ്സണൽ ടു ഫിസിക്കൽ ക്ലാസ് ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഇത് ആൾറെഡി ടൈം കൺട്രോൾഡ് ആണ്, സ്ലോട്ട്. മാൻ മെയ്ഡ് ഇസ് ഒറ്റ ഉദാഹരണത്തോടു കൂടി എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. എന്തേ പറ്റിയത്? ഭോപ്പാലില് നമ്മുടെ ബാറ്ററി ഒക്കെ ഉണ്ടായിരുന്ന എവറഡി ബാറ്ററി അതേമാതിരിയുള്ളതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരു ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക്, ഓപ്പറേറ്റർക്ക്, അത് ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ അറിയില്ല. അവൻ ടെമ്പററി എന്തുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ബർണർമാർ കംപ്ലീറ്റ് ചൂട് പിടിച്ച് പൊട്ടിത്തെറിച്ച് അങ്ങനെ കംപ്ലീറ്റ് അവിടുന്ന് പിന്നെ എത്ര അറിയത്? ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ആണ് ഭോപ്പാൽ. എത്ര ആയിരം ജനങ്ങൾ മരിച്ചു എന്ന് ഇന്നും അറിയില്ല. ഒരു ഒഫീഷ്യൽ റെക്കോർഡ് 15,000 മുതൽ 20,000 പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും സഫർ ചെയ്തുകൊണ്ട്, കണ്ണില്ല, മൂക്കില്ല. ചിലവര് ഗർഭം ധരിക്കുന്ന സമയത്ത് തന്നെ കൊച്ചുകുട്ടികൾക്ക് അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊക്കെ പലതായിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതെന്താണ് കാരണം? മാൻ മെയ്ഡ് ആണ്. കാരണം അവിടെ സ്കിൽഡ് ആയിട്ട് ആളെ വിളിച്ചില്ല, അത് ഓപ്പറേറ്റ് ചെയ്യാൻ ആൾക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ ഒരു ലൂസായിട്ടുള്ള എന്തെങ്കിലും വരുന്ന സമയത്ത് അത് ടൈറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, സ്കില്ല് ഓപ്പറേറ്റർക്ക് ഉണ്ടായിരുന്നില്ല. പൊട്ടിത്തെറിച്ചു. പിന്നെ ബാക്കി ചരിത്രം. ഇന്നും ശരിക്ക് എന്തിന് രണ്ടാം ലോകമഹായുദ്ധത്തിലെ ഹിരോഷിമ, നാഗസാക്കി, ഇന്നും ആ ബോംബ് വീണ സ്ഥലത്ത് പുല്ല് മുളക്കില്ല, പുല്ല് മുളച്ചിട്ടില്ല ഹിരോഷിമ, നാഗസാക്കി. കാരണം പോയ്സണസ് ഇതാണ് അമേരിക്ക ഇട്ടത്, മനസ്സിലല്ലേ? അപ്പൊ ഇത് ചിലത് അപ്പൊ അത് മാൻമെയ്ഡ് അല്ലേ. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് അതേമാതിരി ഇവിടെ കൊണ്ടിട്ട് ഹിരോഷിമ, നാഗസാക്കി കൊണ്ട്, അത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ അല്ലേ. വെള്ളപ്പൊക്കം ശരി, നേച്ചുറൽ വന്നു. അപ്പൊ ഇതോ, മനസ്സിലായില്ലേ? ഇപ്പോ യുക്രൈൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ മാൻമെയ്ഡ് അല്ലേ പ്രശ്നങ്ങള്. അഫ്ഗാനിസ്ഥാനില് പ്രശ്നങ്ങൾ മനുഷ്യരുണ്ടാക്കിയതല്ലേ, അല്ലാണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കിയത് തന്നെ ഉണ്ടായ പ്രശ്നമല്ലല്ലോ. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇറാഖില് മനുഷ്യനുണ്ടാക്കിയതല്ലേ ഇതൊക്കെ. ഓക്കെ, നൗ ആസ് പെർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ട് ഇന്ത്യയുടെ 2005 ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഡിസാസ്റ്റർ മീൻസ് ഏറ്റവും ഇത് ഓക്കെ വിപത്തായ, അതായത് കസ്റ്റഫോൾ, mishap, calamity or grave occurrence in any area arising the natural man-made, natural ആവാം, മനുഷ്യനുണ്ടാക്കിയതാവാം, by accident and negligence which results in നമ്മുടെ എൻഡോസൾഫാൻ ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള, man-made അല്ലേ.
അവിടെ പ്ലാന്റേഷനിൽ തളിച്ച അതാണ് വിഷം, കെമിക്കൽ. ഇതാണ് ഇന്നും അവിടെ എത്രയോ ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. കൊച്ചുകുട്ടികൾക്ക് പറയാൻ പറ്റില്ല. വളരെ മരിക്കുന്നതിനേക്കാളും യഥാർത്ഥത്തിൽ മരണമാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഈ ദുരിതം അനുഭവിക്കുന്ന അനവധി ആളുകളെ ഈ ഭോപ്പാലിലും അതേമാതിരി കാസർഗോഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള ഓൾസോ ഇറ്റ് ഈസ് ദേർ, എൻഡോസൾഫാൻ. ഓക്കെ, അപ്പോ നെഗ്ലിജൻസ് വിത്ത് റിസൾട്ട് സബ്സ്റ്റാൻഷ്യൽ ലോസ് ഓഫ് ഹ്യൂമൻ ബീയിങ്, ഡാമേജ് ഓക്കെ ഡൺ, ആൻഡ് damage to destruction of property, damage to degradation, environment, മണ്ണ് ഇതിൻ്റെയൊക്കെ, and nature or magnitude to the capacity to communicate with the affected area. അത് ഉണ്ട്. Now the following are the related impacts of disaster. ഈ താഴെ പറയുന്ന സംഭവങ്ങളാണ്. ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? നോർമൽ ലൈഫ് അഫക്റ്റ് ചെയ്യും, മനുഷ്യൻ മരിക്കും, പ്രോപ്പർട്ടി പോവും, ഒലിച്ചു പോവും, സാധനങ്ങളൊക്കെ. അതേമാതിരി വെള്ളം എടുത്തോണ്ട് പോകും ചില സമയത്തേ. ഇനി അതിന് വേണമെച്ചാൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇതിന്റെ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി നോക്കിക്കോളൂ. എന്താ, ഞാൻ ഉദാഹരണം പറയാം. പ്രകൃതിയോടെ ഒരിക്കലും കളിക്കരുതെന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. നമ്മൾ കാഷ്വൽ ആയിട്ട് തന്നെ അനുഭവിച്ചേ തീരൂ. ഇനി ഉദാഹരണം പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ സുന്ദർലാൽ ബഹുഗുണ, ചുപ്ക മൂവൻ, ബഹുഗുണ. അദ്ദേഹം മരിച്ചു. അയാള് തെഹരി ഡാം പണിയരുത്, ഭാഗീരഥി റിവറില്, നമ്മുടെ ഉത്തരാഖണ്ഡ് ഡിസ്ട്രിക്റ്റിലാണ്, ഭാഗീരഥി റിവറില് ആ തെഹരി ഡാം പണിയരുത്. അതിന്റെ കാരണം ഭൂമി കുലുക്കാനുള്ള സ്ഥലമാണത്. ഭൂമി കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിയാൽ, ഡാം പൊട്ടിയാൽ 4 സംസ്ഥാനം വെള്ളത്തിലാവും പകുതി. പിന്നെ വെള്ളം വരും. കാരണം ഹിമാലയത്തിന്റെ മുകളിലാണ്, അത് കീഴ്പ്പെട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അനവധി ലക്ഷം ആളുകൾ മരിക്കും. ആ ഡാം കെട്ടരുത് എന്ന് പറഞ്ഞിട്ട് സത്യാഗ്രഹം ചെയ്ത സുന്ദർലാൽ ബഹുഗുണ, ഓക്കെ, അയാള് ചിപ്കോ മൂവ്മെന്റ് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ എന്നിട്ട് പക്ഷെ അവരെ കെട്ടി. പിന്നെ ഓക്കെ, അതവിടെ കിട്ടും. ഇനിതാ വേറെ ഉദാഹരണം ഞാൻ പറയാം. ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അപകടങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങും. ഇതാ കേട്ടോളൂ. കേദാർനാഥില് പിന്നെ അളകാനന്ദ റിവർ, കേദാർനാഥിൽ അളകാനന്ദ റിവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ സംഭവം ഉണ്ടായത്. അത് അതും ഉത്തരാഖണ്ഡ്. അത് എല്ലാ ഈ നദികള് ഗംഗ ഇതാണ് നമ്മുടെ ഹിമാലയത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ നദികൾ. ഓക്കെ, നല്ല ഒഴുക്കുള്ളതാണ്. അപ്പൊ ആ നദി ഒഴുകുന്ന സ്ഥലത്ത് ഒഴുകി വരുന്ന ഉത്തരാഖണ്ഡിൽ എന്ത് ചെയ്തറിയോ? കേദാർനാഥിലെത്തുമ്പോ ആ വെള്ളത്തിന് ഇതിന് നദിയെ ഡൈവേർട്ട് ചെയ്തിട്ട് ആ സ്ഥലം ഓക്യുപ്പൈ ചെയ്തിട്ട് വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി. അവിടെ എസ്റ്റേറ്റ് നമ്മുടെ മുതലാളിമാര് വലിയ വലിയ ഹോട്ടൽസും ടൂറിസവും മറ്റേ ബംഗ്ലാവ് എല്ലാം കെട്ടി നദിയുടെ ഒഴുക്ക് മാറ്റി. നമ്മുടെ ഇത് നടന്നത് അളകാനന്ദ റിവർ, കേദാർനാഥ്, നമ്മുടെ ശിവന്റെ അതൊക്കെ. അപ്പോ അങ്ങനെ വെട്ടിപ്പിടിച്ച് കാശുള്ളവർ മുഴുവൻ ആ ലാൻഡ് മുഴുവൻ എടുത്തു. നദി അങ്ങോട്ട് വേറൊരു വിധത്തിലാണ് ഒഴുകി വിട്ടു ഡയറക്ഷൻ. നദി ഒരു ദിവസം വിചാരിച്ചു, ഞാൻ എന്തിനാ വളഞ്ഞൊഴുകണേ, ഞാൻ ശരിക്കാണ്ട് ഒഴുകാന്ന്. എങ്ങനെ ഒഴുകിയപ്പോ എന്ത് പറ്റി? നേരെ ആദ്യത്തെ ഒഴുക്കില് അത് എങ്ങനെയുണ്ടായത് അതിലാണ് വന്നു. കംപ്ലീറ്റ് ബിൽഡിങ്ങും എല്ലാം ഒറ്റ മിനിറ്റ് ഉണ്ട് നദിയില്. എത്ര ആള് മരിച്ചു എന്ന് ഇതുവരെ അറിയില്ല. എന്താ സംഭവം അറിയോ? അവിടുത്തെ ആളെല്ലാം മരിച്ചു. ഈ കേദാർനാഥ് കാണാൻ പിൽഗ്രീംസ് ആണ് വേറെ ഡിഫറൻഷിയേറ്റ് ആണ്. അതിന്റെ കാര്യങ്ങളും കണക്ക് വയ്ക്കുക. അവനവന്റെ ഇപ്പൊ സ്ഥലത്ത് നിന്നാണെങ്കിൽ അവിടുത്തെ വില്ലേജ് ഓഫീസറിന്റെ മറ്റേ എത്ര ആൾ മരിച്ചു എന്നറിയാം. ഒരൊറ്റ കുട്ടികളിൽ എത്ര ആൾ മരിച്ചു എന്ന്. കാരണം എല്ലാം മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് വന്നിട്ട് ശിവന്റെ അമ്പലം, കേദാർനാഥ് അമ്പലം കാണാൻ വന്നതാണ്. അമ്പലത്തിന്റെ അവിടെ ഈവൻ ഒരു ഇത് കാണിക്കുകയാണ് ഞാൻ. നദിയിലെ ശിവന്റെ ആ ഇത് ശൂലം അത് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഇതും കൂടി അവിടെ കാണിച്ചു തരുന്നു. എന്നിട്ട് ആളുകളെ രക്ഷപ്പെടുത്താൻ ആർമി ഹെലികോപ്റ്റർ മുഖാന്തരം ഓരോരുത്തർ ഇങ്ങനെ റോപ്പിൽ ഇങ്ങനെ, അങ്ങനെ ആ റോപ്പിൽ നിന്ന് ഒരാൾ അങ്ങനെ നദിയിൽ വീഴുകയും ചെയ്തു.
ഒരുപടി ആൾ മരിച്ചു. എത്ര ആൾ മരിച്ചതും പോലെ എന്തിന്റെ കാരണം വെച്ചാൽ റെക്കോർഡില്ല. എല്ലാ അനവധി ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നതാണ് ഈ ബദ്രീനാഥ്, കേദാർനാഥ് ഒക്കെ, ഹരിദ്വാർ, ഋഷികേശ്. അവിടെ എങ്ങനെ കണക്ക് വയ്ക്കുക ഓരോ സംസ്ഥാനത്ത്? വൈഷ്ണോദേവി, അങ്ങനെയുള്ള തിരുപ്പതി, അവിടെ എന്താ കണക്ക് വയ്ക്കുക എങ്ങനെ എല്ലാം? അപ്പൊ അത് മരിച്ചത് എത്രയെന്ന് അറിയില്ല. അപ്പൊ നോക്കിക്കോളൂ, ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. മനസ്സിലായില്ലേ? ഇനി ഉദാഹരണം വേണോ? എക്കണോമിക്. അങ്ങടെ ഇതൊക്കെ പോകുമ്പോ എക്കണോമിക്സ് അവിടെ, ടൂറിസം പോയി, വരവ് പോയി, ചെലവ് കൂടുതല്, സോഷ്യൽ സ്ട്രക്ചർ ഡിസ്റപ്ഷൻ, കമ്മ്യൂണിറ്റി. പിന്നെ സൈക്കോളജിക്കൽ, മാനസിക വിഷമം. അച്ഛൻ പോയിണ്ടോ, അമ്മ പോയിണ്ടോ, അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി മാത്രം ഉണ്ടോ, അവർ അച്ഛനമ്മമാര് മരിച്ചു പോയിണ്ടാവും. ലോസ് ഓഫ് ലൈവ്ലിഹുഡ്. എങ്ങനെ ജീവിക്കുക? ആര് കൊടുക്കും? എവിടുന്ന് ഭക്ഷണം? അതുമില്ലേ. കാരണം ഭക്ഷണം തരുന്ന ആളുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും. എർത്ത് കേക്കിലും അതല്ലേ സംഭവിക്കുക. ഡിസ്റപ്ഷൻ, കമ്മ്യൂണിക്കേഷൻ. ഇതാ കുറെ കാലം നിങ്ങൾക്ക് കുറച്ച് ദിവസം ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, ടെലിഫോണോ ഒന്നും ഉണ്ടാവില്ല, എല്ലാം പോയിട്ടുണ്ടാവേ. ഇലക്ട്രിക് ബോഷൊക്കെ പോയിട്ടുണ്ടോ വെള്ളത്തില്. ട്രാൻസ്പോർട്ട്, മല ഇടിഞ്ഞു പോയിട്ടുണ്ട്. എവിടെ ട്രാൻസ്പോർട്ട്? ഏതിന് റോഡ്? കാരണം ഒറ്റ റോഡേ ഉണ്ടാവും, ആ റോഡായിരിക്കും പോയിരുന്ന കംപ്ലീറ്റ്, വേറെ റോഡില്ല. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം. ഏറ്റവും വലിയ പ്രശ്നം, ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഇവിടേക്ക് വരും, അവര് കൺട്രോൾ ചെയ്യാൻ കരച്ചിലും പിടിക്കലും. കാരണം എന്താ വെച്ചാൽ ഭക്ഷണം ഇല്ല, അച്ഛൻ പോയി, അമ്മ പോയി, കുറ്റുകുട്ടികളൊക്കെ കാരണം, മൃഗങ്ങള്, എപ്പിഡമിക്, അതേമാതിരി അസുഖങ്ങള്, മൈഗ്രേഷൻ, അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക, അതുകൊണ്ട് പ്രശ്നങ്ങള് കേട്ടോ. അപ്പോ മൈഗ്രേഷൻ അതും പറഞ്ഞു. ഇനി വേറൊരു കാര്യം എന്താ പറയുക വെച്ചാൽ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ, DISASTRER, ഡിസാസ്റ്റർ. അതിന് ഡി ഡാമേജ്. നിങ്ങളോ ഡിസാസ്റ്റർ, ഡി ഫോർ ഡാമേജ്, പിന്നെ I ഫോർ ഇൻറപ്ഷൻ, S ഫോർ സിവിയർ, A ഫോർ ആന്റഗോണിസ്റ്റ്, അതായത് എതിരാളി, S ഫോർ സ്ക്രച്ച്, അതായത് ചാട്ടവാറ കൊണ്ട് അടിക്കുന്ന മാതിരിയാണ്, നമുക്ക് അത്രത്തോളം ഇത് വരും, അഫക്റ്റ് ചെയ്യും. പിന്നെ ട്രോമ, ആഘാതം, T. പിന്നെ എമർജൻസി വരില്ലേ. ദെൻ R, റിസ്ക്. അപ്പോ ഡിസാസ്റ്ററിന് D ഫോർ ഡാമേജ്, I ഫോർ ഇൻറപ്ഷൻ, ആൻഡ് S ഫോർ സിവിയർ, A ഫോർ ആന്റഗോണിസ്റ്റ്, എതിരാളി, S ഫോർ ചമ്മിട്ട്, ഇത് നമ്മൾക്ക് പ്രഷർ, അടി. പിന്നെ ട്രോമ, അതായത് അടിയില്ലേ, കുടുംബം അങ്ങനെ മരിച്ചുപോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നു വെച്ചാൽ, ഇപ്പൊ കോവിഡിലൊക്കെ കണ്ടില്ലേ. പിന്നെ E ഫോർ എമർജൻസി, R ഫോർ റിസ്ക്. ഓക്കെ, നൗ അടുത്ത ടൈപ്സ് ഓഫ് ഡിസീസ്. പിന്നെ ഡിസാസ്റ്റർ, സോറി, വെള്ളത്തില് പറയില്ലേ, നദി. ഇനി പറയണ്ടല്ലേ, ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ പറയാം. ക്ലൈമറ്റ് എവിടെ, വാട്ടർ അല്ലേ, വാട്ടറിൻ്റെ എന്താ ഡിസാസ്റ്റർ അല്ലേ? നോക്കൂ, പിന്നെ ഫ്ലഡ്, സൈക്ലോണ്, പിന്നെ ടോർണഡോ, ഹരിക്കെയിൻ, ചുഴലിക്കാറ്റ്, ഹെയിൽ സ്റ്റോം, ആലിപ്പഴം, ക്ലൗഡ് ബേഴ്സ്, മേഘസ്ഫോടനം, ഹീറ്റ് വേവ്, ചൂടുകാറ്റ്, ഇതൊക്കെ ക്ലൈമറ്റിന്. അവലാഞ്ചി, ഹിമപാതം, ഡ്രോട്ട് അറിയാലോ നിങ്ങൾക്ക്, സീ എറോഷൻ, കടലെടുക്കുക, തണ്ടർ, ലൈറ്റ്നിങ്, ഇടിമിന്നലും മറ്റേതൊക്കെ, സുനാമി. ഇതൊക്കെയാണ് വാട്ടർ ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ. വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ. നെക്സ്റ്റ്, ജിയോളജി റിലേറ്റഡ് ഡിസാസ്റ്റർ. ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ്, ഓക്കെ, മഡ് ഫ്ലോ, മണ്ണ് ഒലിച്ചു പോവുക, എർത്ത് കേക്ക്, ഡാം ഫെയിലിയർ, ഡാം പൊട്ടിയാലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാം ബേഴ്സ്, അതും പറഞ്ഞു. ഇനി കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് പറഞ്ഞില്ലേ, കെമിക്കലിന് ഞാൻ പറഞ്ഞില്ലേ, കെമിക്കലിന് വരുന്നത് കെമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ. ഭോപ്പാൽ ട്രാജഡി ഞാൻ പറഞ്ഞില്ല, കെമിക്കലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ഭോപ്പാലത്ത്, അതാ ഞാൻ പറഞ്ഞത്, ചെർണോബിൾ, അതാണ്. ഇനി അടുത്തത് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റർ. നമ്മുടെ വളരെ 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 അപകടകരമായ സ്ഥിതിയിലാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. ഇന്ത്യ രാജ്യം, നമ്മുടെ സറൗണ്ടിങ് ഏരിയ എല്ലാം ന്യൂക്ലിയർ പവറാണ്. ഓർക്കണം, പാകിസ്ഥാൻ, ചൈന, മനസ്സിലായില്ലേ? പിന്നെ ഇന്ത്യ പിന്നെ ആണ്. അപ്പൊ എന്താ പറ്റുന്ന അറിയാം, ഇതിന്റെ റേഡിയേഷൻസ് ഉണ്ടായിരിക്കും. ചെർണോബിൾ, നമ്മുടെ റഷ്യയിലെ ഇതേമാതിരി റേഡിയേഷൻ ഉണ്ട്. എത്ര ആൾ മരിക്കുന്ന അറിയില്ല. അതേമാതിരി ഇപ്പൊ ഇവിടെ നമ്മുടെ എത്രയും ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉണ്ട്. കൂടംകുളമുണ്ട്,
അതേമാതിരി പലതും താരാപൂർ എയർപോർട്ട് ഇതുണ്ട്, ശ്രീഗംഗാ നഗറിലുണ്ട്, നമ്മുടെ മദ്രാസ് അറ്റോമിക് പവർ പ്ലാന്റ് ഉണ്ട്, ബാബ അറ്റോമിക് സെന്റർ ഉണ്ട്, അതിനുമാതിരി ഇവിടെ വൈഗ മറ്റേ കർണാടകയിലുണ്ട്. അങ്ങനെ പലയിടത്തും നമ്മുടെ ന്യൂക്ലിയർ ഇതുണ്ട്. ഇതിന്റെയൊക്കെ റേഡിയേഷൻസ് ഉണ്ട്. റേഡിയേഷൻ പറയുന്നത് അറിയോ? അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലിലേക്ക് പോയാൽ ആ കടലിന്റെ മീൻ കഴിച്ചാൽ പോലും നമുക്ക് അതുണ്ടാവും. കാരണം പ്രഗ്നന്റ് ആയ ലേഡീസ് 6 മാസം 5 മാസമായി പ്രഗ്നന്റ് ആയതിലും പ്രസവിക്കും, കുട്ടി മരിക്കും. അതേമാതിരി റെഡ് കളറിലായിരിക്കും. അത് ജനറേഷൻ ബൈ ജനറേഷൻ അഫക്റ്റ് ചെയ്യും റേഡിയേഷൻ. അതാണ് പ്രത്യേകം. അല്ലാണ്ട് നമ്മൾ മരിച്ചു പോയിച്ചാൽ നമ്മുടെ കുടുംബത്തിന് നമ്മൾക്ക് മക്കളിനെ അവർ കൊണ്ടുപോകും ഇത് റേഡിയേഷൻ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അടുത്ത് പിന്നെ ആക്സിഡന്റ് റിലേറ്റഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, എർത്ത് ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ഞാൻ പറഞ്ഞു അല്ലേ. പിന്നെ ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ ഉണ്ട്. പിന്നെ ഫോറസ്റ്റ് ഫയർ, അർബൻ ഫയർ, തീ കത്തല്, മൈൻഡ് എക്സ്പ്ലോഷൻ, പിന്നെ എണ്ണ ലീക്ക് ആവുന്നത്, പിന്നെ ബിൽഡിംഗ് കൊളാപ്സ് ആവുന്നത്, ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്, പിന്നെ നമ്മൾ ഫെസ്റ്റിവൽ ടൈമിൽ പടക്കം പൊട്ടിക്കുമ്പോൾ തീ കത്തുന്നത്, ഇലക്ട്രിക്കൽ ഡിസാസ്റ്റർ, ബോട്ട് തലകിടായി വീഴുക, അതിന്ന് പിന്നെ വെള്ളത്തില് മറ്റേതൊക്കെ ഡീസലും മറ്റേതൊക്കെ നമ്മുടെ കനാൽ ഇതില് കടലിലൊക്കെ ചെയ്യുന്നതും, പിന്നെ വില്ലേജ് ഫയർ, വില്ലേജിൽ ഉണ്ടാകുന്ന ഫയർ, ഇതൊക്കെ. അടുത്ത് വൈൽഡ് ഫയർ, സൈക്ലോൺ, എപ്പിഡമിക്സ്, ഇതൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എർത്തുക്കേക്ക് പറഞ്ഞു. ഈ എർത്തുക്കേക്ക് നമ്മുടെ കൊയിനങ്ങ, അതേമാതിരി ലത്തൂർ, അതേമാതിരി ഇങ്ങനെയുള്ള അതിന്റെ സ്റ്റേറ്റ്മെന്റ് പിന്നീട് വരുന്നുണ്ട് കേട്ടോ, ടേബിള്. അപ്പൊ കൂടുതൽ സംസാരിക്കാം. എർത്തുക്കേക്ക് കാരണം വളരെ ശ്രദ്ധിക്കണതാണ് ഇന്ത്യയിൽ. എന്താ കാരണം അറിയോ? ഹിമാലയത്തിന്റെ ഈ നമ്മുടെ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിമാലയത്തിലെ നമ്മുടെ ഭൂമി. അപ്പൊ അതിന്റെ ഇടയിൽ ജർക്ക് ചെയ്യണ ഇതിന്റെ ക്ലാഷ് ഡാഷ് ചെയ്യണ സമയത്താണ് ജർക്കിങ് വരണത്. ജർക്കിങ് സമയത്താണ് ഭൂകമ്പം ഭൂമി കുലുക്കം വരുന്നത്. അങ്ങനെയാണ് ആ പ്രാവശ്യം നമ്മുടെ നേപ്പാൾ ഹിമാലയത്തിലല്ലേ. അപ്പൊ ഡൽഹി വരെ ഉള്ള പ്രശ്നങ്ങളുണ്ട് ചില സമയത്ത്. അത് എന്ന് വരണം, എപ്പോൾ വരണം എങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് വരും, നാളെ വരും, അല്ലെങ്കിൽ വരാതിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ വിജിലന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ആ സ്ഥലങ്ങളിലൊക്കെ നമ്മളെ ബിൽഡിംഗ് എല്ലാം പണിയുമ്പോൾ വളരെ ശ്രദ്ധ. ഇപ്പൊ നമ്മള് ഒരു ചെറിയ ഒരു സ്ഥലം, മല, അതിൻ്റെ ഇടയിൽ ഒരു ടവർ ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് വേണമെച്ചാലും അത് കൊളാപ്സ് ചെയ്തൂടെ, വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിലോ. അപ്പൊ മാൻമെയ്ഡ് ഡിമാസ്. പിന്നെ കോംപ്ലക്സ് എമർജൻസീസ്, മാൻമെയ്ഡ് ഡിസാസ്റ്റർ, എർത്ത് വോൾക്കാനിക്, അഗ്നിപർവ്വതം, ലാൻഡ് സ്ലൈഡ് പറഞ്ഞു, പിന്നെ അവലാഞ്ച് പറഞ്ഞു, ഫ്ലഡ് പറഞ്ഞു, സുനാമി പറഞ്ഞു. ഫ്ലഡ് ഒന്നും നമ്മുടെ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര, ഗംഗ, അതേമാതിരി പിന്നെ സത്ലജ്, ഇതേമാതിരി വലിയ വലിയ നദി, അതേമാതിരി അനവധി നദികള്, കോച്ചി റിവർ, അതേമാതിരി ഒക്കെ ഫ്ലഡ് ഉള്ള സ്ഥലങ്ങളാണ്. കൃഷ്ണ, ഗോദാവരി, അതേമാതിരിയുള്ള പല സ്ഥലം നമ്മുടെ കരയിലുള്ളവർക്ക് വളരെ സൂക്ഷിക്കേണ്ടതാണ്. വൈൽഡ് ഫയർ എന്ന് പറഞ്ഞാൽ അത് ഒന്ന് സ്വയം കത്തുന്നത്, പാറ ഉരഞ്ഞിട്ട്, ചിലത് കത്തിക്കുന്നത്, ചിലത്. അപ്പൊ അതിൽ എയർ പൊല്യൂഷൻ ഉണ്ടാവും. അവിടുത്തെ ജീവജാലങ്ങൾ മരിക്കും വൈൽഡ് ഫയറിൽ. സൈക്ലോൺ, സ്റ്റോം എന്ന് പറയട്ടെ, എപ്പിഡമിക് പണ്ട് സ്മാർട്ട് പോക്സ് ഉണ്ടായിരുന്നു, അത് എപ്പിഡമിക് ആയിരുന്നു. പിന്നെ നമ്മുടെ മലേറിയ, അത് എപ്പിഡമിക്കാണ്. യെല്ലോ ഫീവർ, അതിപ്പോ സൗത്ത് ആഫ്രിക്കയിലൊക്കെ മറ്റുള്ളതാണ്, അത് എപ്പിഡമിക്കാണ്. ഈ ശവപ്പറമ്പ്, ശവം കുറെ മരിച്ചു കിടക്കുന്ന സമയത്ത് അതിന്ന് വരുന്നത് എപ്പിഡമിക്സ് ആണ്. ടൈഫോയിഡ്, അത് ഇത്, ആന, ചേന, ഇതൊക്കെ എപ്പിഡമിക്സ് ആണ്. ഇങ്ങനെയൊക്കെ വരും. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ചിലത്, സൈക്ലോൺ, അത് ഞാൻ പറഞ്ഞു. ഇനി മാൻമെയ്ഡ് ഡിസാസ്റ്ററിനെ പറ്റിയിട്ട് ഞാൻ പറയാം. നോക്കൂ, കോംപ്ലക്സ് അതായത് കാരണം നമ്മൾ ഉണ്ടാക്കി വരുത്തി കൂട്ടുന്ന ചില സമയത്തിന്റെ അഭാവമാണ് എനിക്ക് കവർ ചെയ്യാൻ. വരുത്തി കൂട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നോക്കിക്കോളൂ, മാൻമെയ്ഡ് ഡിസാസ്റ്ററെ കോംപ്ലക്സ് ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. നമ്മളെ ഒരു ടേക്ക് ദ എക്സാമ്പിൾ ന്യൂസിലാൻഡ്. ഇന്ത്യ പിന്നെയും കുറെ ഫാർ ബെറ്റർ ആണ്. ന്യൂസിലാൻഡിൽ ടോട്ടൽ പോപ്പുലേഷൻ 50 ലക്ഷമാണ്. ന്യൂസിലാൻഡില് 50 ലക്ഷമാണ് ടോട്ടൽ പോപ്പുലേഷൻ. അതില് 15 വയസ്സിന് മീതെയുള്ള ആളുകളെ 12% ആളുകൾ സിഗരറ്റ് വലിക്കും. ഓർക്കണം, ടോട്ടൽ രാജ്യത്തിന്റെ പോപ്പുലേഷൻ 50 ലക്ഷം. അതില് 12% ആളുകളെ 15 വയസ്സിന് മീതെ സിഗരറ്റ് വലിക്കും. ഒരു കൊല്ലം 5000 ആളുകളാണ് മരിക്കുന്നത്. അപ്പം ഇത് മനുഷ്യണ്ടാക്കുന്നതല്ലേ. അടുത്തത്
പിന്നെ അങ്ങനെ എത്രയോ കോംപ്ലക്സ് ആയിട്ടുള്ള യുദ്ധം മനുഷ്യരുണ്ടാക്കുന്നതല്ല യുദ്ധം. ഡിക്ലെയർ ചെയ്യുന്ന ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ, അങ്ങനെയൊക്കെ പല ഇറാഖ്, അതേമാതിരി യുക്രൈൻ ഒക്കെ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നല്ലേ ഓരോ രാജ്യങ്ങൾ. പിന്നെ അടുത്തത് ഫെമിൻ, ക്ഷാമം. അപ്പൊ ഇത് കഴിഞ്ഞ ക്ഷാമം അറിയില്ല നിങ്ങൾക്ക്, ഭക്ഷണം കിട്ടാതെ ആളുകൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, പോളണ്ടിലേക്ക് മറ്റൊക്കെ പോകണ്ടില്ലേ, പല രാജ്യങ്ങളിലേക്കൊക്കെ നിവൃത്തിയില്ലാണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മത് ചാടി പ്ലെയിൻ എന്താ പറയണ്ടേ, അങ്ങോട്ട് ചാടി ഇവിടുന്ന് ഷൂട്ട് ചെയ്യും, അങ്ങോട്ട് ചാടി അവിടുന്ന് ഷൂട്ട് ചെയ്യും അഫ്ഗാനിസ്ഥാനിലെ ഈ താലിബാന്റെ അത്. അങ്ങനെയുള്ള ചില സമയത്ത് ഒരു നിവൃത്തിയില്ലാതെ അച്ഛൻ ഇവിടെ, കുട്ടി അപ്പുറത്ത്, വേറെ രാജ്യത്ത്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ് അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലൊക്കെ മാൻമെയ്ഡ് ആണ്. പിന്നെ ഏറ്റവും പരമപ്രദമായ ഒരു കാര്യം ഞാൻ പറയാം, സമയം വളരെ കമ്മിയാണ്, അതുകൊണ്ട് പറയാണ്. മാൻമെയ്ഡ് ഇന്ത്യ പാകിസ്ഥാൻ, അതായത് ഡിസ്പ്ലേ പോപ്പുലേഷൻ, ഇന്ത്യ പാകിസ്ഥാനിന്റെ സെഗ്രിഗേഷനില് നമ്മുടെ സെപ്പറേറ്റ് കൺട്രി ആയപ്പോ 1.8 കോടി ജനങ്ങളെ റെഫ്യൂജി വിട്ടു ഇന്ത്യ പാകിസ്ഥാനില്. ഇന്ത്യ എന്ന് പാകിസ്ഥാൻ ഇന്ത്യ 1.8 കോടി ഇവിടുത്തെ ആളുകൾ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. അതേമാതിരി ബംഗ്ലാദേശ് വാർ കഴിഞ്ഞിട്ട് 90 ലക്ഷം ആളുകള് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കോ, ഇന്ത്യയിൽ നിന്ന് അവിടുന്ന് ഇവിടേക്കോ, ഇവിടുന്ന് അവിടേക്കോ, ഏറ്റവും കൂടുതൽ ആസാമിലാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നോക്കൂ, നമ്മുടെ യുക്രൈനിലത്തെ സമയത്ത് പല രാജ്യങ്ങൾക്ക്, പോളണ്ട് രാജ്യങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ മ്യാൻമാർ ഇന്ത്യയിലേക്കാണ് വന്നിരുന്നത്, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കാണ് വന്നിരുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലായി, ഇനി കൂടുതൽ പറയണ്ടല്ലോ. ഇനി ട്രാൻസ്പോർട്ട് ആക്സിഡന്റ് നോക്കൂ, അതായത് ഇൻവോൾവിങ് ബോട്ട് ട്രാജഡി, പിന്നെ നമ്മുടെ ഇത് ഓയിൽ ഇതെല്ലാം കടത്തിക്കൊണ്ട് പോകുമ്പോൾ അത്, ട്രക്ക്, ഇതേമാതിരിയുള്ള ആക്സിഡന്റ്, ഇതൊക്കെ അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട. ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ആൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ പൊല്യൂഷൻ, ആസിഡ് റെയിൻ. എന്താണ് ആസിഡ് റെയിൻ? അതായത് ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ എക്സസീവ് കോൺസെൻട്രേഷൻ ഓഫ് അസിഡിക് കോമ്പൗണ്ട്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ റിസൾട്ടിങ് കെമിക്കൽ പൊല്യൂട്ടൻസ്, അതിൽ സൾഫർ ആൻഡ് നൈട്രജൻ കോമ്പൗണ്ട്സ്. അത് അപ്പൊ എന്തുണ്ട് അറിയോ, ഈ സോയിൽ ആൻഡ് വാട്ടറിൽ, അതായത് അഗ്രികൾച്ചർ ആൻഡ് എക്കോളജിക്കൽ ഡാമേജ് വരുന്നു. ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ എക്സസീവ് കോൺസെൻട്രേഷൻ ഓഫ് അസിഡിക് കോമ്പൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ റിസൾട്ടിങ് ഫ്രം കെമിക്കൽ പൊല്യൂട്ടൻസ് സച്ച് ആസ് സൾഫർ ആൻഡ് നൈട്രജൻ കോമ്പൗണ്ട്. ഓക്കെ, അതാണ് വരുന്നത്. Other classification of disasters. Disasters are on a rise throughout the world. Frequency of disasters provide evidence of human മനുഷ്യരുടെ ഇഗ്നറൻസ്. ചില സമയത്ത് ആവശ്യമില്ലാത്ത ചില ഡിസാസ്റ്റർ ഉണ്ടാക്കും. ഇനി കേൾക്കണോ? ഇറാഖ് വാർ മനുഷ്യന് ആവശ്യമില്ലാത്ത ചെയ്ത വാറാണത്. കെമിക്കൽ വെപ്പൺ സദാം ഹുസൈന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ചെയ്താണത്. അവസാനം പാവം ഈ രാഷ്ട്രം പോയി, അയാളും മരിച്ചു, നോക്കുമ്പോ കെമിക്കൽ വെപ്പണും ഇല്ല. അപ്പൊ മനുഷ്യണ്ടാക്കുന്ന ഇഗ്നറൻസ് അല്ലേ ഇത്? ആ രാഷ്ട്രം മുഴുവൻ നശിച്ചു പോയില്ലേ? അപ്പോ ഈ ഹ്യൂമൻ ഇഗ്നറൻസ്. അവരെന്താ സസ്പെക്ട് ചെയ്തു, ഇയാളുടെ കെമിക്കൽ, ഇയാളെ എന്തോ ഒരു ബണ്ടലടിച്ച് എന്റെ കെമിക്കൽ ബോംബോ ഇതെന്തോ ഉണ്ടെന്ന്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവര് ബുഷിന്റെ ടൈമില് ഇറാഖിൽ വന്നു. അവസാനം എന്ത് പറയണു, അയാളെ സദാം ഹുസൈനെ കൊന്നു, മറ്റുള്ള അനവധി ആളുകളുടെ മരണം. അതിനുശേഷം നോക്കിയ സമയത്ത് ഒരു കെമിക്കൽ വെപ്പണും ഇല്ല, യാതൊന്നുമില്ല. അയാൾ ഓടി രക്ഷപ്പെട്ടു, അവസാനം അയാൾ തൂക്കി കൊന്നു. മനസ്സിലായ? അപ്പൊ അത് ഹ്യൂമൻ ഇഗ്നറൻസ് അല്ലേ? അപ്പൊ നമ്മുടെ ഡിസാസ്റ്റർ മനുഷ്യരും വരുത്തുന്നല്ലേ ഇതൊക്കെ? ഡിസാസ്റ്റേഴ്സ് കോസ് സെവറൽ ലോസ്, പറയണ്ട, ഡിസ്ട്രോയ്, ഇതൊക്കെ ഒന്ന് വായിച്ചാൽ മതി. ഏറ്റവും അതേമാതിരി ഇത് പിന്നെ വളരെ ഹ്യൂമൻ ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ ഡിസാസ്റ്റർ ആൾസോ ക്ലാസിഫൈഡ് കോമ്പൗണ്ട്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ചില സമയത്ത്. ഇതിനോടനുബന്ധിച്ച് ആളുകളുടെ മാറ്റം, സിവിൽ ജനങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങളെ. ഇപ്പൊ ഈ കോവിഡ് ടൈമിലൊക്കെ ഒന്നും മൂവ്മെന്റ് പാടില്ല, പുറത്തേക്ക് പോകാൻ പാടില്ല, കോവിഡ് ടൈമില് സഞ്ചരിക്കാൻ പാടില്ല. അങ്ങനെ കോംപ്ലക്സ് ഡിസാസ്റ്റേഴ്സ് ആർ ദോസ് ലീഡ് ടു കൊളാപ്സ് ഓഫ് ദ പൊളിറ്റിക്കൽ അതോറിറ്റി. അഫ്ഗാനിസ്ഥാൻ നോക്കിക്കോളൂ, അവിടെ സ്ത്രീകൾ പഠിക്കരുത്, പർദ്ദ ഇല്ലാതെ പുറത്തിറങ്ങരുത്, ബാക്കിയൊന്നും പറയണ്ടല്ലോ. പൊളിറ്റിക്കൽ പ്രോബ്ലം. ഇന്നിപ്പോ ശ്രീലങ്കയിൽ നോക്കിക്കോളൂ, തമിഴ്നാട്ടിലേക്കൊക്കെയാണ് ആളുകൾ രക്ഷപ്പെടാൻ. ഭക്ഷണം കഴിക്കാനില്ല, പെട്രോൾ ഇല്ല, ഡീസൽ ഇല്ല, യാതൊന്നുമില്ല, പൈസ കടം, അതത്. ഓക്കെ, അങ്ങനെ. അപ്പോ അത് പൊളിറ്റിക്കൽ പ്രശ്നമാണ്. അപ്പോ മോസ്റ്റ് ഡിസാസ്റ്റർ ദാറ്റ് അഫക്ട് അവർ സൊസൈറ്റി ആർ ഓഫൺ എ കോമ്പിനേഷൻ ഓഫ് 2 or more ഡിസാസ്റ്റർ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇതൊന്നും ഞാൻ ഒക്കെ പറഞ്ഞതാണ്. എർത്തുകേവ്, വോൾക്കാനോ ആക്ടിവിറ്റി ക്യാൻ കോസ് വളരെ ഇതൊക്കെ. പിന്നെ വേറെ കാര്യം,
ഈ എർത്ത് വരുമ്പോൾ ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ഉണ്ടാവും. ഈ ഫാക്ടറി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിഫൈനറീസ് അങ്ങോട്ട് അത് പിന്നെ ഇങ്ങോട്ട് വീഴുമ്പോൾ അത് കത്തും. പിന്നെ ഡ്രോട്ട് ക്യാൻ ലീഡ് അപ് ടു നമ്മുടെ ക്ഷാമം, increase social violence. Social violence was drastically affected. Social violence drastically affected nations. Social violence അങ്ങോട്ടും ഇങ്ങോട്ടും അടി. പിന്നെ ആൻഡ് കമ്മ്യൂണിറ്റി, ഓരോരോ കമ്മ്യൂണിറ്റി തമ്മിൽ അടി. പറയണ്ടല്ലോ, ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല, തെറ്റാണ്, കാരണം അത് ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓരോരോ കമ്മ്യൂണിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്. ഹൈജാക്കിങ്, പ്ലെയിൻ, ഇവിടുത്തെ പ്ലെയിനെ ഇവിടെ കൊണ്ടുപോകുന്നത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുക. ടെററിസം പറയേണ്ട ആവശ്യമില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സിവിൽ അൺറസ്റ്റ്, അതായത് ശ്രീലങ്ക ഉദാഹരണം, റീസെന്റ് ആയിട്ടുള്ളത് ശ്രീലങ്ക, സിവിൽ അൺറസ്റ്റ് ആൻഡ് കോൺഫ്ലിക്ട് ആൻഡ് വിത്ത് കൺവെൻഷണൽ ഇതെല്ലാം ഉപയോഗം ദോ വി ഹാവ് ഡിവൈസ് വേരിയ മെത്തേഡ്. ഇതൊക്കെ നമ്മൾ ക്രൈസിസ് മാനേജ് ചെയ്യണം. ഡ്യൂ ടു ഡിസാസ്റ്റർ മെനി മോർ ചാലഞ്ചസ്. അങ്ങനെ പല 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 ചാലഞ്ചസും വന്നുകൊണ്ടേയിരിക്കുകയാണ്. നെക്സ്റ്റ് യൂണിറ്റ് 2, ഹസാർഡ്, റിസ്ക് ആൻഡ് വൾണറബിലിറ്റി. ഹസാർഡ്, റിസ്ക് ആൻഡ് വൾണറബിലിറ്റി. ഓക്കെ, ഹസാർഡ് പറഞ്ഞാൽ അപകടം, റിസ്ക് പറഞ്ഞാൽ അപകടം തന്നെ, വൾണറബിലിറ്റിനെ ദുർബലമായ. അണ്ടർസ്റ്റാൻഡിങ് ഹസാർഡ്, അണ്ടർസ്റ്റാൻഡിങ് റിസ്ക്, വൾണറബിലിറ്റി പറഞ്ഞാൽ അപകടം, ദുർബലമായ ആൻഡ് റിസ്ക് അസസ്മെന്റ്, അതിനെ പറ്റിയുള്ള ഇതാണ് സ്റ്റാർട്ടിംഗ് ആണ്. ഇൻട്രൊഡക്ഷൻ. Throughout the 20th century, the theory and practice of disaster management had been dominated by the scientific perspective, whereby disasters were. ഇപ്പോൾ നമുക്ക് മുമ്പേ കൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളൊക്കെ, ഈ മഴ പെയ്യുന്നത്, എത്ര മഴ കിട്ടും എന്നൊക്കെ, പലതും, സുനാമി എപ്പോൾ വരും, കാറ്റ്, കൊടുങ്കാറ്റ്, ഇതൊക്കെ കുറെ സയന്റിഫിക് വേ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. Thought of purely as a geological climatic problem, solution for which lay in engineering and management sciences. In the last 2 days, ഇപ്പോൾ അനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. കുറെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കുറെ മാറിയിട്ടുണ്ട്. നമ്മുടെ എൻവയോൺമെന്റിനെ കുറെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. എക്കോളജിക്കൽ ബാലൻസ്, പിന്നെ എൻക്വയറി ഇൻടു സോഷ്യോളജിക്കൽ പ്രോസസ്, ഡിറ്റർമിൻ അണ്ടർസ്റ്റാൻഡിംഗ് കമ്മ്യൂണിറ്റി ഉണർന്നു കഴിഞ്ഞു. കോപ്പിംഗ് കപ്പാസിറ്റി വളർന്നു വരുന്നു, അതിന് തയ്യാറാകുന്നു. ഓരോ ഡിസാസ്റ്റർ ഫേസ് ചെയ്യുന്നു. പ്രസന്റ്ലി ദ ടേം ഡിസാസ്റ്റർ ഈസ് മോർ ഇൻക്ലൂസീവ് കൺസെപ്റ്റ് ഇൻ ദാറ്റ് ഇൻക്ലൂഡ് മാൻ മെയ്ഡ് ആൻഡ്. അപ്പൊ ജനങ്ങള് ചെയ്യാതെ തന്നെ നോക്കുന്നു ചിലപ്പോൾ കാര്യങ്ങളൊക്കെ. ടെററിസം അറിയാലോ, ടെററിസം വന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി എന്നൊക്കെ അറിയാലോ. പണ്ട് പഞ്ചാബില്, ഐ വാസ് ഓൾസോ എ വിറ്റ്നസ് ദേർ. ഐ വാസ് ഇൻ പഞ്ചാബ് അറ്റ് ദ ടൈം. ഐ നോ ഹൗ ഐ സഫേർഡ്. 45 ദിവസം കർഫ്യൂ ഉണ്ടായിരുന്നു അവിടെ. ആ സമയത്താണ് എൻ്റെ മാസ്റ്റർ ഡിഗ്രി ഒക്കെ ഞാൻ എക്സാമിനേഷൻ എഴുതിയത്. ആ സമയത്ത് we could not go out and shoot at site order always. അത്ര എളുപ്പമല്ല കംപ്ലീറ്റ്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. കാരണം ഇതൊക്കെ ഞാൻ ഉദാഹരണം പറയണം. വിച്ച് has added a new dimension to its understanding. Okay, now understanding hazards. Okay, so hazard is defined as a potential or latent എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന, dormant അനങ്ങാത്ത, which is activated, configuration പറഞ്ഞ രൂപരേഖ of factors, natural, man-made, both present themselves. Disaster is any occurrence that causes damage, ecological, ഭൂമിശാസ്ത്രപരമായി, loss of human. ഈ ബോംബ് പൊട്ടിയിരിക്കുക, അവിടെ എക്കോളജിക്കൽ ഡിസറപ്ഷൻ ഉണ്ടാവില്ലേ? ബോംബ് പൊട്ടി, ഞാൻ പറയില്ലേ ഹിരോഷിമ നാഗസാക്കി അവിടെ പുല്ല് മുളയ്ക്കുന്നില്ലെന്ന്. എൻഡോസൾഫാൻ, അവിടുത്തെ സ്ഥിതി തന്നെ എക്കോളജിക്കൽ ഇതാണല്ലോ അവിടെ. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഡിറ്ററേഷൻ, ഹെൽത്ത്, ആരോഗ്യം. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, ജനങ്ങൾ ഇപ്പോഴും ഈ നമ്മുടെ കുട്ടികൾ ജനിച്ച് ഇപ്പോൾ വരുന്ന കുട്ടികൾ ഭോപ്പാലില്ല, ഇപ്പോഴും അതെ അൺഹെൽത്തി ഇതാണ്. ഓൺ സ്കെയിൽ സഫിഷ്യന്റ് ടു വാറന്റ് extraordinary response from outside the affected community area. So a hazard technically is not a disaster unless the trigger sets it off. Disaster involving large scale loss of life, property, sudden onset of suddenly ആണ് ചില സമയത്ത് ഈ ഡിസാസ്റ്റർ വരിക. On a scale large enough to require outside. പിന്നെ ഇത്തരത്തിൽ പ്രശ്നം എന്താ അറിയാ, ഔട്ട്സൈഡ് അസിസ്റ്റൻസ് വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സ്വന്തം, നമുക്ക് എപ്പോഴും സ്വമേധ ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചില സമയത്തേ ചിലപ്പോ എന്താ പറയണ്ടേ, മറ്റുള്ളവരുടെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും, മറ്റുള്ള രാജ്യങ്ങളുടെ വേണ്ടി വരും, മറ്റുള്ള സ്റ്റേറ്റിന്റെ ഹെൽപ്പ് വേണ്ടി വരും. So which threaten the continuity of social system in process. A disaster should be defined on the basis of human consequences, not on the phenomena hazard that caused it. Risk ഉണ്ട് ഓരോരോ കാര്യത്തിൽ. ടെക്നിക്കൽ കൺസെപ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. നമുക്ക് നമ്മളൊരു റോക്കറ്റ് മേപ്പെട്ട് പോകുന്നുണ്ട്, അത് റിസ്ക് ഇല്ല, ചിലത് പോവും, ചിലപ്പോൾ കീഴ്പ്പെട്ട് വീഴും.
ചിലപ്പോൾ നമ്മൾ ആയുധങ്ങളുണ്ട്, നമ്മുടെ പലതും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവരും റിസ്ക് ഉണ്ട് ചില കാര്യത്തിൽ. പക്ഷെ റിസ്ക് ഉണ്ട് ഇച്ചിരി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഓരോ കാര്യങ്ങൾ. ഒബ്സർവേഷൻ ആൻഡ് പെർസെപ്ഷൻ ഹസാർഡ് സഡൻ, ചില സമയത്ത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ചില ഇതുണ്ട്. അതായത് ജിയോളജിക്കൽ ആൻഡ് ക്ലൈമറ്റ് ഹസാർഡ് സഡൻ. ഈ നമ്മുടെ മേഘസ്ഫോടനം സഡൻ അല്ലേ, പെട്ടെന്ന് മഴ വരും, ഇടിവെട്ടും. പിന്നെ പെട്ടെന്ന് വരുന്നതാണ് ഫ്ലഡ്, പെട്ടെന്നാണ് ചില സമയത്ത്. I will tell you, in Hyderabad one day when I was coming from Hyderabad to Kerala, just എൻ്റെ വണ്ടി 12 മണിക്കായിരുന്നു. ഒന്ന് ആലോചിച്ചോളൂ, 12 മണിക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. വാട്ട് ഐ വാസ് ടെല്ലിങ്, ഇതിന്റെ മുമ്പ് പോയൊരു വണ്ടി ഒലിച്ചുപോയി. എന്താ കാരണം വെച്ചാൽ ചെറിയ ഒരു കൾവെട്ട് ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം അങ്ങോട്ട് വന്നു, വണ്ടിയെ അടിച്ച് അത് 5 കിലോമീറ്റർ അത് ഒലിച്ചുപോയി. അത്ര ശക്തി ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വന്നു. അതായിരുന്നു ലാസ്റ്റ് വണ്ടി. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഓഫ് കോഴ്സ് റീഡയറക്ട് ചെയ്ത് പിന്നെ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ എത്തിയത്. പിന്നെ കുറേ ദിവസം വണ്ടി ആ സ്ഥലത്തൊന്നും വണ്ടി ഓടിയായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് റെയിൽവേ ട്രാക്ക് എല്ലാം പോയത്. ചില സമയത്ത് സഡൻലി ഇറ്റ് വിൽ ഹാപ്പൻ, നമ്മൾ പ്രഡിക്റ്റ് ചെയ്യില്ല, പറ്റില്ല. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഓരോരോ പാലം ഒലിച്ചു പോവുക, ഇത് പെട്ടെന്ന് വരുന്നില്ല ഓരോ കാര്യങ്ങളൊക്കെ. ഇത് ഡാം പൊട്ടുക പെട്ടെന്നല്ലേ, ഇത് ഇൻഡസ്ട്രി ടെക്നോളജികൾ, വാറ് പെട്ടെന്നല്ലേ. ഇതാ നാളെ വാറ് ഇതിന്റെ പറയോ, വാറ് പെട്ടെന്ന് പൊട്ടി പുറപ്പെടില്ലേ. സിവിൽ സ്ട്രൈവ്, അതായത് അൺറസ്റ്റ്, എപ്പിഡമിക് പെട്ടെന്നല്ലേ വരുന്നത് ചിലത്. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് അസാർഡ് ഉണ്ട്, അതായത് ഗ്രൗണ്ടിൻ്റെത്, സോയൽത്, പെർമനന്റ്, അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇൻഡയറക്റ്റ് അസാർഡ്സ് ഉണ്ട്. ഇൻഡയറക്റ്റ് അസാർഡ് പറഞ്ഞാൽ ഡാം ഫെയിലിയർ, ചൈനയിലൊക്കെ ഡാം പൊട്ടിയിട്ട് അറിയാമല്ലോ എത്ര ആള് മരിച്ചു. പിന്നെ പൊല്യൂഷൻ ഫ്രം ഡാമേജ് ഓർ ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ്, ഡിലേഡ് ലാൻഡ് സ്ലൈഡ്, ഇത് സർവ്വസാധാരണ ലാൻഡ് സ്ലൈഡ് ഇന്ത്യയിൽ കേട്ടോ. ഐഡന്റിഫിക്കേഷൻ ഓഫ് അസാർഡ് ഇൻവോൾവ് അനാലിസിസ് ഓഫ് സയന്റിഫിക്, നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സയന്റിഫിക് ഡാറ്റ, ഏതെല്ലാം ഡേഞ്ചറസ് സോൺ ആണ് ഇതെന്ന്. ടു ട്രേസ് ദ കാഷ്വൽ പാത്ത് ഓഫ് ഇവന്റ്, അവിടുത്തെ മനുഷ്യര് നമ്മളെ മാറ്റി താമസിപ്പിക്കണം ചില സമയത്തൊക്കെ. ലീഡിങ് ടു എ ഡിസാസ്റ്റർ, അവിടെ അതേമാതിരി ഇപ്പൊ ഈ ഇപ്പൊ ചിലയിടത്തുണ്ട് ഈ സ്ലോപ്പ് ഉള്ള ഒരു ബിൽഡിംഗ് കെട്ടാൻ പാടില്ല, അതിന്റെ അടുത്ത് ആളുകൾ പാടില്ല, അങ്ങനെയൊക്കെ ചില ഇതൊക്കെ ഉണ്ട്. ചില അപ്പോൾ ഗവൺമെന്റ് ഹാസ് ടു ഡിസൈഡ് അബൌട്ട് ദിസ്. അപ്പോൾ അവർ മാപ്പിംഗ് ഇതെല്ലാം ചെയ്യും, സയന്റിഫിക് ഇതുണ്ട് കണ്ടുപിടിക്കാൻ. ഇതൊക്കെ കർത്തുക്കയൊക്കെ എങ്ങനെയാണ് വരുന്ന, എവിടെയെല്ലാം അഫക്ട് ചെയ്യും, അങ്ങനൊക്കെ അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് പലത്. ഏത് വിധത്തിലായിരിക്കും, എത്ര റിക്ടർ സ്കെയിലായിരിക്കും, വെതർ കണ്ടീഷൻ എന്തായിരിക്കും, പൊല്യൂഷൻ, വാട്ടറിൻ്റെത്, ഫയർ ഹസാർഡ്, തീ കത്താനുള്ള സാധ്യത എവിടെയൊക്കെയാണ്, ഇപ്പൊ കെമിക്കൽസും ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഇതൊക്കെ കണ്ട് എളുപ്പത്തിൽ നമുക്ക് ഇന്നൊക്കെ സയന്റിഫിക് വേ. പിന്നെ പെസ്റ്റിസൈഡ് സ്പിൽസ്, അതായത് ഇത് എണ്ണ മറ്റേതൊക്കെ ഉണ്ടല്ലോ, ഡ്യൂ ടു എക്സസീവ് റിപ്പീറ്റഡ് അപ്ലിക്കേഷൻ അഗ്രികൾച്ചർ, നമ്മുടെ കൃഷിസ്ഥലത്ത് ആവശ്യമില്ലാതെ മരുന്ന് തളിക്കുക. അപ്പൊ കർഷകന്റെ ഹെൽത്തും പോവും, അത് തിന്ന ആള് ഭക്ഷണം കഴിച്ച ആളുകളുടെ ഹെൽത്തും പോവും. ഫ്ലഡിങ്, എറോഷൻ, അണ്ടർസ്റ്റാൻഡിങ് റിസ്ക് എപ്പോഴും ശ്രദ്ധിക്കണം. റിസ്ക് ഈസ് പ്രിസൈസ്ലി ഡിഫൈൻഡ് ബൈ ദ ഇന്റർനാഷണൽ സ്ട്രാറ്റജി ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഹാർംഫുൾ കോൺസിക്വൻസസ് ഓർ എക്സ്പെക്റ്റഡ് മരണം, ഇഞ്ചുറി, പ്രോപ്പർട്ടി, ലൈവ്ലിഹുഡ്, എക്കണോമിക്കായിട്ട് കാശ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എല്ലാം പോയിട്ടുണ്ടാവും. ഡിസ്റപ്റ്റഡ് ഓർ എൻവയോൺമെന്റ് ഡാമേജ് റിസൾട്ടിങ് ഫ്രം ഇന്ററാക്ഷൻ. അപ്പൊ അതിനുവേണ്ടി ചില ഇൻഷുറൻസ് ഒക്കെ എടുക്കും. ചില വീട് ഇൻഷുറൻസ് ചെയ്യും, വാഹനം ഇൻഷുറൻസ് ചെയ്യും. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കുറച്ചൊക്കെ പൈസ കിട്ടും, കോവിഡിനെ കുറച്ചൊക്കെ പൈസ കിട്ടിയാന്നല്ലേ അങ്ങനെ. അപ്പൊ നൊട്ടേഷൻ റിസ്ക് പറഞ്ഞ ഹസാർഡ്സ് ഇൻടു വൾണറബിലിറ്റി, എത്രത്തോളം വൾണറബിലിറ്റി ഉണ്ട്, അതാണ് നൊട്ടേഷൻ. പിന്നെ റിസ്ക് അസസ്മെന്റ് ആൻഡ് എവാലുവേഷൻ. ഡിസാസ്റ്റർ റിസ്ക്, അതായത് ഡിസാസ്റ്റർ റിസ്ക് ഉണ്ട്. ഡിസാസ്റ്റർ പറഞ്ഞാൽ ഈക്വൽ ടു ഫങ്ഷൻ. ഹസാർഡ് എക്സ്പോഷർ എന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് വേർ എക്സ്പോഷർ റെഫേഴ്സ് ടു ദ എലിമെന്റ് which is affected by natural disasters, people and or property. പിന്നെ വേറൊന്ന് റിസ്ക് പെർസെപ്ഷൻ. റിസ്ക് പെർസെപ്ഷൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എവിടെല്ലാം റിസ്ക് ഉണ്ടാവുന്നു പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ബൈ 2030, ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, ബോംബെ ആൻഡ് കൊച്ചി കോസ്റ്റൽ ഏരിയ വിൽ ബി
floated due to snow slide. പിന്നെ ഈ 2030 ബോംബെയുടെയും കൊച്ചിയുടെയും കോസ്റ്റൽ ഏരിയ വിൽ ബി അനവധി കോസ്റ്റൽ ഏരിയാസ് കടലെടുക്കും. കാരണം ലോവർ ലെവലിലാണ് ബോംബെ സിറ്റി, കൊച്ചി, ബോംബെ മുംബൈ. അത് റിസ്ക് പെർസെപ്ഷനാണ് പറഞ്ഞത്. അടുത്തത് അപ്പൊ എന്താ ചെയ്യണം? അതിനുള്ള നമ്മൾ നോക്കണം. അതിന്റെ അടുത്തൊന്നും വലിയ വലിയ ടവർ ബിൽഡിംഗ് ഒന്നും കെട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മുടെ ബിഗ്ഗസ്റ്റ് ഐലൻഡ് ആണ് ഗ്രീൻലാൻഡ്. ഓക്കെ, അവിടെ പിന്നെ അതായത് ഇൻ ബിറ്റ്വീൻ അന്റാർട്ടിക്ക ഓഷ്യൻ 1/3 ഐസാണ് അവിടെ, ഐസ്. പക്ഷെ എന്താ അവിടെ പ്രശ്നം എന്നറിയോ? ഈ ഐസ് എല്ലാം ഈ എയർ പൊല്യൂഷൻ കൊണ്ട് ചൂടായിട്ട് അന്തരീക്ഷം ചൂടാവുമ്പോൾ മെൽറ്റ് ചെയ്തിട്ട് അത് വെള്ളമായിട്ട് വരികയാണ്. അപ്പൊ അത് നദിയിൽ ഇതില് കടലിലെ വെള്ളത്തിന്റെ ലെവൽ മേപ്പെട്ട് പോവുകയാണ്. അതാണ് ഈ ലോ ലൈയിങ് ഏരിയാസിൽ വെള്ളം വരാൻ കാരണം. മനസ്സിലായോ? അപ്പോ അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് വൾണറബിലിറ്റി പറഞ്ഞു, വൾണറബിലിറ്റി ഐഡന്റിഫിക്കേഷൻ പറഞ്ഞു, ടൈപ്സ് ഓഫ് വൾണറബിലിറ്റി നോക്കൂ. ടൈപ്സ് ഓഫ് വൾണറബിലിറ്റി നോക്കൂ. മെറ്റീരിയൽ എക്കണോമിക് വൾണറബിലിറ്റി ഉണ്ട്, സോഷ്യൽ വൾണറബിലിറ്റി ഉണ്ട്, എക്കോളജിക്കൽ. അതായത് എന്താ അറിയോ? മെറ്റീരിയൽ പറഞ്ഞാൽ ഇൻആഡിക്വേറ്റ് ആക്സസ് ടു റിസോഴ്സ്, സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഡിസ്ഇൻറ്റിഗ്രേഷൻ ഓഫ് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എക്കോളജിക്കൽ പറഞ്ഞാൽ ഡീഗ്രേഡേഷൻ ഓഫ് എൻവയോൺമെന്റ്, ഓർഗനൈസേഷൻ വൾണറബിൾ പറഞ്ഞാൽ ലാക്ക് ഓഫ് സ്ട്രോങ് സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ഗ്രാസ് റൂട്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ. എഡ്യൂക്കേഷണൽ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യന്റ് ആക്സസ് ടു ഇൻഫർമേഷൻ. ചില സമയത്ത് ഇതുണ്ടാവില്ല, ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ. ആറ്റിറ്റ്യൂഡിനൽ ആൻഡ് മോട്ടിവേഷണൽ വൾണറബിലിറ്റി, ലോ ലെവൽ ഓഫ് പബ്ലിക്. ജനങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ബോധം ഉണ്ടാവില്ല ചിലപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനേ. അപ്പൊ അവർക്ക് അവയർനെസ് കൊടുക്കണം. പിന്നെ കൾച്ചറൽ വൾണറബിലിറ്റി, ബ്ലൈൻഡ് ഫെയ്ത്ത് ആൻഡ് ബിലീഫ് ആൻഡ് നമ്മുടെ കസ്റ്റമും ബെയ്ത്തും കൊണ്ട് അറിയാലോ നിങ്ങൾക്ക്. നമ്മുടെ പല കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. നമ്മുടെ കൾച്ചറും ഇതിന്റെ വളരെ വൾണറബിലിറ്റിയാണ്. ചില സമയത്ത് പല പല സംഗതികൾ വൈകിട്ടാലിന വളരെ ചില സമയത്ത് ചില നമ്മുടെ പോളിസീസും മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ബ്ലൈൻഡ്ലി ബിലീവ് ദ ഫെയ്ത്ത് ആൻഡ് സംടൈംസ് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാതെ ഇത് എന്റെയാണ് വലുത്, അങ്ങനെ അതെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫിസിക്കൽ വൾണറബിലിറ്റി പറഞ്ഞാൽ വീക്ക് ബിൽഡിംഗ്. അതായത് ചില സമയത്ത് മഴയത്ത് ജൂൺ മാസത്തില് മാങ്ങ വീഴുന്ന മാതിരി ബിൽഡിംഗ് വീഴും ബോംബെയിലൊക്കെ, അത്ര പുരാതന ബിൽഡിങ്സ് ആണ്. പിന്നെ വൾണറബിലിറ്റി ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. അടുത്ത് റിസ്ക് മാനേജ്മെന്റ്. അപ്പൊ അതില് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഈ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ റിസ്ക് മാനേജ് ചെയ്യാൻ. ചില സമയത്ത് അതിനൊക്കെ പല പല നമ്മൾ സ്റ്റെപ്പ് എടുക്കണം. അതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് പ്രൊജക്ട് കൊണ്ടുവരാൻ വെച്ചാൽ എൻവയോൺമെന്റൽ ക്ലിയറൻസ് വേണം. എന്തായാലേ വൾണറബിലിറ്റി ഫാക്ടേഴ്സ് ഉണ്ട് ചിലത് കേട്ടോ. വൾണറബിലിറ്റി ഫാക്ടേഴ്സ് പറഞ്ഞാൽ റീസൈലൻസ്, അതായത് അവരെന്താ പറഞ്ഞ റിലയബിലിറ്റി, അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. പിന്നെ ഈ വൾണറബിലിറ്റി ഫാക്ടേഴ്സിൽ ഒന്ന് റിലയബിലിറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന്. പിന്നെ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടും ക്ലൈമറ്റിനെ പറ്റിയിട്ടും പഠിക്കണം. ഓരോ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ഏത് ക്ലൈമറ്റാണ് വേണ്ടത്, ഏത് മണ്ണിലാണ് ഏത് കൃഷിയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഇല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം പോപ്പുലേഷൻ ഡിസ്പ്ലേസ്മെന്റ്. ഇത് ഞാൻ പറഞ്ഞു, പോപ്പുലേഷൻ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക. അർബനൈസേഷൻ, നമ്മുടെ റൂറൽ ഏരിയ എന്ന സിറ്റിയിലേക്ക് ആളുകൾ മാറുക. കാരണം റൂറൽ ഏരിയയിൽ 6 മാസേ ജോലിയുള്ളൂ, അത് കഴിഞ്ഞാൽ ഇവർക്ക് ജോലി ഇല്ലാണ്ടിരിക്കുകയാണ് നമ്മുടെ. കാരണം എന്താ പറയുക, കൃഷി 6 മാസമേ ഉള്ളൂ, 5-6 മാസം വെള്ളം ഉണ്ടെങ്കിലല്ലേ കൃഷി ചെയ്യൂ. അപ്പൊ എന്ത് ചെയ്യും, ജോലിക്ക് വേണ്ടി അവൻ അർബൻ സിറ്റിയിലേക്ക് പോകും, എന്തെങ്കിലും ജോലി തേടിയിട്ട്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് മൈഗ്രേഷൻ ടേക്ക് പ്ലേസ്. അതായത് ചില സമയത്ത് ഈ മൈഗ്രേഷനിൽ കൾച്ചറൽ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ അവിടെ ചിലവര് പഞ്ചാബിൽ നിന്ന് വേറെ എവിടെയെങ്കിലും തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കേരളയിലോ കർണാടകയിലോ വന്നിട്ട് ചപ്പാത്തി കിട്ടിയില്ല. പണ്ട് ഒരു കാലത്ത് ഒരാൾ ടൂറിൽ വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പഞ്ചാബിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു 10-14 ദിവസം ഇരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ വന്നോ ചോദിച്ചു ഹൗ ഡു യു ഫൈൻഡ് ദാറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. വെരി ബാഡ് ബിക്കോസ് ചപ്പാത്തി വാസ് നോട്ട് അവൈലബിൾ അപ്പൊ നമ്മൾ കൾച്ചറൽ ഇന്ററാക്ഷൻസും എല്ലാം ഇഷ്ടപ്പെടുന്ന ഓരോരോ സ്ഥലത്ത് ഓരോരോ ഇതാണ്. അത് നമ്മൾ അവിടെ പോകുമ്പോൾ അതേമാതിരി നമ്മൾ പെരുമാറണം, അല്ലെങ്കിൽ അത് തിന്നാൻ പഠിക്കണം.
അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടത് മാത്രം കിട്ടില്ലല്ലോ ചില സമയത്ത്. ഓക്കെ, നൗ അർബനൈസേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മൈഗ്രേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എക്കണോമിക് ഫാക്ടേഴ്സ്, പിന്നെ ജെൻഡർ നോക്കൂ. ഇന്ത്യ നൗ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ബാക്കിയൊക്കെ ബുക്കിൽ വായിക്കുക, ഞാൻ പുതിയ കാര്യങ്ങളാണ് പറയുന്നത്. ജെൻഡർ പറഞ്ഞാൽ ഈ ആണ് പെണ്ണും തമ്മിൽ ഈക്വൽ ഇതാണ് സ്റ്റാറ്റസ് എന്നാണ് പറയുന്നത്, ഭരണഘടനയും അതേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ നൗ റാങ്ക്സ് 140 156 രാജ്യത്തിൽ 140ാമത്തെ സ്ഥാനമാണ് ഓവറോൾ ഇൻ ദ വേൾഡ് എക്കണോമിക് ഫോറം ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2021. 156 രാജ്യങ്ങളിൽ 140ാമത്തെ സ്ഥാനമാണ് നമ്മൾ ഇന്ത്യക്ക് ജെൻഡർ ഗ്യാപ്പിൽ. ബാക്കി പറയണ്ടല്ലോ, ബാക്കി നിങ്ങൾ ഓർത്തോളൂ. പറഞ്ഞാൽ പോരാ, ഈക്വാലിറ്റിന്ന് പ്രവർത്തനത്തിലൂടെ തെളിയിക്കണം. അത് എല്ലാ വിധത്തിലും അവരെ എംപവർ ചെയ്തിട്ട് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. പല നിയമങ്ങളിലും പലതും, പക്ഷേ പല സീനിയർ പോസ്റ്റിലേക്കൊന്നും അവർ വരുന്നില്ല. പ്രൈവറ്റിലെ ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തിലൊക്കെ വളരെ റെയറായിട്ടാണ്. മാനേജർ, ജനറൽ മാനേജർ, ഇതൊക്കെ വളരെ കമ്മിയായിട്ടാണ്. ബാങ്കിങ്ങിൽ തന്നെ വളരെ കമ്മിയായിട്ടാണ് വരുന്നത്. അങ്ങനെയല്ല, എല്ലാ പൊസിഷനിലും അവർ അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കണം. ഗവൺമെന്റ് അത് നമ്മളെല്ലാവരും കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് യാതൊരു, അതേമാതിരി എഡ്യൂക്കേഷണൽ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ കുഴപ്പമില്ല. ചില സ്ഥലത്ത് സ്ത്രീകൾ, പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകണ്ടെന്ന് പറയും, കോളേജിലേക്ക് പോകണ്ടെന്ന് പറയും. അപ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നില്ല, ഇതില്ലെങ്കിൽ എക്കണോമിക് അഫക്റ്റ് ചെയ്യില്ലേ നിങ്ങളുടെ? ഇവിടുന്ന് നിങ്ങൾ ജോലി ചെയ്യുക, ഇവിടുന്ന് നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എക്കണോമിക് ഫാക്ടേഴ്സ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ജിയോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് ഇതിലെന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ് ത്രെട്ടൻസ് ജിയോഗ്രാഫിക്കൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് നമ്മുടെ ഇത് കടൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ മത്സ്യസമ്പത്ത്, മീൻ, ഫിഷ്, അതേമാതിരി ഗ്ലോബൽ വാർമിംഗ് ത്രെട്ടൻ, ഞാൻ ആൾറെഡി പറഞ്ഞു. അഗ്രികൾച്ചർ, അതേമാതിരി ഓരോ രാജ്യത്തിന് ഇത് ത്രെട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇതുകൊണ്ട് ചൂട് കൂടുകൊണ്ട് ഇത് ഉരുകയാണ്. അപ്പൊ അതുകൊണ്ട് സീ ലെവല് കൂടി വരികയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? അഡിക്വേറ്റ് പ്രിക്കോഷൻ ഈസ് ടു ബി ഡൺ. അപ്പോൾ നമ്മൾ വളരെയധികം ഇതില് കൈകാര്യം ചെയ്യണം. അപ്പോ ഇതില് വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ ബയോളജിക്കൽ, നമ്മുടെ സസ്യങ്ങളൊക്കെ വളരുന്നതും ഇതൊക്കെ കെമിക്കൽ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മള് കൃഷി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ പലതും ഇഞ്ചക്ട് ചെയ്തിട്ട് അതിനെ ചെറുതിനെ വലുതനാക്കുക, പച്ചമുളകിനെ വലിയ മുളകാക്കുക, അതൊക്കെ നമ്മളെ. പക്ഷെ അത് തിന്നുന്ന ആളുടെ ശരീരം കൂടി ആലോചിക്കണം. ടൊമാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഇഞ്ചക്ട് ചെയ്തിട്ട് വലുതാക്കുക, വെയിറ്റ് കൂടിക്കുക, അതൊക്കെ. പക്ഷെ അത് തിന്നുന്ന ആളുടെ ശരീരത്തിലാണ് ഇത് പോകുന്നത്. അപ്പോ ഇതിന്റെ ഈ യൂണിറ്റിന്റെ കൺക്ലൂഷൻ, ഷിഫ്റ്റ് ഓഫ് എംഫസിസ് ഫ്രം ഡിസാസ്റ്റർ റെസ്പോൺസ് ടു റിസ്ക് റിഡക്ഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിസ്ക് റെഡ്യൂസ് ചെയ്യണം എല്ലായിടത്തും. ഹാസ് ഓപ്പൺഡ് അപ്പ് ഏരിയാസ് ഓഫ്, നോക്കൂ, റിസ്ക് റിഡക്ഷൻ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ റിയാക്ടർ, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ വേസ്റ്റ് കടലിലേക്ക് തള്ളരുത്. പാവാറ്റം റിസർച്ചിന്റെ അറബിക്കടലിലേക്കാണ് പോകുന്നത്, കൂടംകുളത്തിന്റെ കടലിലേക്കാണ് പോണ, ഇന്ത്യൻ ഓഷ്യനിലെ. പക്ഷെ ആ കടലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, റേഡിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ മീനതൊന്നും പിടിക്കാൻ പാടില്ല. കാരണം നമ്മള് ശരീരം തന്നെ മാറിപ്പോവും. ഹാസ് ഓപ്പൺ അപ്പ് ഏരിയാസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഇൻ ദ സബ്ജക്ട് ഓഫ് ഡിസാസ്റ്റർ. നമ്മുടെ എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് ഉണ്ട്, ഇതിനെപ്പറ്റി അഗാധ പാണ്ഡിത്യമുള്ള ആളുകളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഇതെല്ലാം മെഷർമെന്റ് ചെയ്യാൻ ഇതിലുണ്ട്. ആഫ്റ്റർ എഫക്ട്, വൾണറബിലിറ്റി അനാലിസിസ്, ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്, കുറെ വരുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബൈ എൻഷുറിങ് ടൈംലി പ്രിപ്പയർ ചെയ്യണം. മഴ വരുന്നതിന്റെ മുമ്പേ പ്രിക്കോഷൻ എടുക്കേണ്ടത് പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ വാട്ടർ ചാലുകൾ, അഴുക്ക്, വെള്ളം ഒഴുകി പോകാനുള്ളത്, അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഫോർ റിഡക്ഷൻ ഓഫ് ഡിസാസ്റ്റർ ത്രൂ ഔട്ട് പ്രിവെൻഷൻ, പ്രിപ്പയർനെസ്, മ്യൂട്ടേഷൻ റെസ്പോൺസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പ്രിവെന്റ് ചെയ്യണം, പ്രിപ്പയർനെസ്, ഇതിനൊക്കെ തയ്യാറാവണം. ആൻഡ് റെസ്പോൺസസ് എമർജൻസി സിറ്റുവേഷൻ. നൗ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തെങ്കിലും അപകടം വന്നു വെച്ചാൽ അതിന്റെ പ്രൊട്ടക്ഷൻ, ലൈവ്സ് ആൻഡ് പ്രോപ്പർട്ടി കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ദർ ഇസ് ആൾസോ ആൻ എംഫസിസ് മെയിൻ സ്ട്രീം ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ എവറി ഡേ. ദിനം പ്രതി വരുന്ന ഓരോ പ്രശ്നങ്ങളെ ഗവൺമെന്റ് എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ ട്രീറ്റിംഗ് ഇറ്റ് ആൻ ഇന്റഗ്രൽ പോളിസി. ഇത് എല്ലാവരുടെയും അറ്റൻഷനിൽ വരേണ്ടതാണ്. ഇംപ്ലിമെന്റേഷൻ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യണം.
പറഞ്ഞാൽ മാത്രം പോരാ. ഇൻ കീപ്പിംഗ് വിത്ത് ഇറ്റ്, the focus in this unit has been on hazard, risk and vulnerability. അതാണ് ഈ ഇതിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനെ വേണ്ടി പ്രിവെന്റ് ചെയ്യണം ഹസാർഡിനും റിസ്കിന്റെയും വൾണറബിലിറ്റിയും. താങ്ക് യു വെരി മച്ച്.